പ്രൈസ് ലോർഡ്. കർത്താവിന്റെ തന്നെ തിരുനാൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിമോഥെയോസിന്റെ രണ്ടാം ലേഖനം തിമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ പകുതി വരെ നമ്മൾ എത്തുവാനിടയായി തീർന്നു. അതിന്റെ 16-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പഠിച്ചു പോകുന്നത്. ഒരു ശുശ്രൂഷകൻ എപ്രകാരം തന്റെ ജീവിതത്തെയും തന്റെ ശുശ്രൂഷയും വളരെ സീരിയസോടെ കാണുവാൻ അതിൻ്റെ അകത്ത് അറിയേണ്ട ട്രാക്കുകൾ, അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമായിരുന്നു അല്ലെ. അപ്പൊ ഈ 2-ാം അധ്യായം മുതൽ തുടങ്ങുന്ന കാര്യങ്ങളിൽ അതിന് വേരെവിടെ കിടക്കുന്ന 2-ന്റെ 1 ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ആ റൂട്ടിന്റെ ശക്തിയിലാണ് മുകളിലോട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള വളർച്ച ഉണ്ടാകുന്നത്. ഓക്കെ, ആ ദൈവകൃപയിൽ ശക്തിപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരു ഭടനായി പോരാടാൻ കഴിയത്തുള്ളൂ, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകാൻ പറ്റത്തുള്ളൂ അല്ലെ. ബന്ധനങ്ങളുടെ നടുവിൽ ദൈവവചനത്തിന്റെ ആ മഹത്വത്തിന് വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അനേകർ അതിൻ്റെ അകത്ത് ട്രാപ്പ് ഒപ്പിക്കാൻ വരുമ്പോൾ അതിന്റെ നടുവിൽ സഹിഷ്ണുതയോടെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. എങ്ങനെ? ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുന്ന ഒരാൾക്ക്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ആ 2-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ ആ റൂട്ട്, അത് വിട്ട് നമുക്കൊരു വളർച്ചയില്ല. ആ റൂട്ടിന്റെ മേലാണ് ഈ മുകളിൽ കാണുന്ന റിസൾട്ടുകളുടെ ഹല്ലേലൂയ കാര്യങ്ങൾ പണിയപ്പെടുന്നത്. സ്തോത്രം. അപ്പൊ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരങ്ങൾ ഒഴിഞ്ഞിരിക്കുക, ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. സ്തോത്രം. ഇന്നലെ നമ്മൾ കേൾക്കുന്നവരെ മറിച്ചു കളയുന്ന വാഗ്വാദങ്ങളിൽ മുഴുകി പോകുന്നവരെ പറ്റി നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ്? ഈ വ്യർത്ഥ സംസാരങ്ങൾ, ഇറവറന്റ് ആയിട്ടുള്ള ബ്ലാബറിങ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഭക്തിയെ നമ്മുടെ ഒരു മെസ്സേജ് കേട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്ദേശം കേട്ട് കഴിയുമ്പോൾ, നമ്മുടെ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തിയെ ദൈവഭക്തിയിലേക്ക് നയിക്കണം. അല്ലാത്തതെല്ലാം ഒരു വ്യർത്ഥ സംസാരങ്ങളാണ്, അത് ഒഴിഞ്ഞിരിക്കാനാണ് പറയുന്നത്. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അപ്പൊ അറിയാം, എങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സത്യം വിട്ടകലുന്ന ഏതൊരു വ്യക്തിയും ഈ ആർഗ്യുമെന്റുകള്, വാദങ്ങള്, വ്യർത്ഥമായ സംസാരങ്ങളിലേക്ക് മുഴുകി പോകുന്ന ഈ കോർ ട്രൂത്ത്. എന്താണ് കോർ ട്രൂത്ത്? യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് കോർ ട്രൂത്ത്. അവൻ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ ഒരു കോർ ട്രൂത്ത് വിട്ട്, ആ ഒരു സർക്കിളിന്റെ റേഡിയസ് വിട്ട് ഉള്ള എല്ലാ സുവിശേഷങ്ങളും അത് മാനുഷികമാണ്, അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അടിസ്ഥാനം ഇല്ലാത്തതായതുകൊണ്ട് ഒരുപക്ഷെ അവരുടേതായ ഉപദേശങ്ങൾ സ്ഥാപിക്കാനും അവരുടേതായ പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കാനും അവരുടേതായ മാനുഷിക താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ അവര് എന്ത് ചെയ്യാം, അവരുടെ ടോക്കിംഗ് സ്കില്ല് വെച്ച് എന്ത് ചെയ്യാം, അവർക്ക് ഇതിനൊക്കെ മറിച്ചു കഴിയാനുള്ള കഴിവുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ പോകാതെ എന്ത് ചെയ്യുക, സുവിശേഷത്തിന്റെ കോർ ട്രൂത്തിൽ മാത്രം നിലനിൽക്കുക എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്ന വെച്ചാൽ അവർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് ദൈവഭയം എന്നുള്ള കാര്യം, ദൈവഭക്തി എന്നുള്ള കാര്യം അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അത് അർബുദ വ്യാധി പോലെ, എന്ന് വെച്ചാൽ ജീവനുള്ള കോശങ്ങളെ തിന്നുകളയുന്ന സ്വഭാവമാണ് ഈ ക്യാൻസർ രോഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പം ജീവനുള്ള ആൾക്കാരെയും ആ ജീവന്റെ വ്യാപാരത്തെയും എന്ത് ചെയ്യാം, ഇവരുടെ ഈ മറിച്ചു കളയുന്ന സംസാരങ്ങൾ എന്ത് ചെയ്യാം, അവരെയും വിഴുങ്ങിക്കളയാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവരുമായിട്ട് ഇടപെടുകാനോ അവരുടേതായിട്ടുള്ള ആ ഒരു ഫെലോഷിപ്പിലേക്കോ അവരുടെ ആ വേ ഓഫ് സ്റ്റൈൽ, അവരുടെ ആ ശുശ്രൂഷയുടെ വേ ഓഫ് സ്റ്റൈലിലേക്ക് പോകുവാൻ ഒരിക്കലും അനുവദിക്കുക. കാരണം നമ്മുടെ ലക്ഷ്യം നമ്മളെ കേൾക്കുന്നവർക്ക് ദൈവഭക്തി ഉണ്ടാകണം. സ്തോത്രം. ഇവിടെ ഭക്തിയെ വിരുദ്ധമായിട്ട് ദൈവഭയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. അവരുടെ സംസാരം കേൾക്കുന്ന വ്യക്തികളിലും അവരും എന്ത് ചെയ്യാണ്, ശരിക്കും ദൈവം അവരുടെ കക്ഷത്തിരിക്കുന്ന പോലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വാക്കുകൾ ദൈവഭയം നഷ്ടപ്പെട്ടു പോവുക. എങ്ങനെയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ തന്റെ വാക്കുകൾ കൊണ്ട് വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, ചെളിവാരി എറിയാൻ ശ്രമിക്കുമ്പോൾ അവരെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് അവർ മറന്നുപോവുക ചെയ്യുന്നത്, അവർ വിസ്മരിച്ചു പോവുക ചെയ്യുന്നത് അല്ലെ. നമ്മളൊരു കാര്യം പറയാൻ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്നുള്ള സുവിശേഷത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ആ ദൈവഭയത്തിന് കീഴിലാണ്, നമ്മൾ ആ വ്യക്തിയിൽ ദൈവഭക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ. പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ ലക്ഷ്യം എന്താണ്? ഞാൻ പറയുന്നത് ജയിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ, എന്റേത് എനിക്ക് സ്ഥാപിക്കണം എന്ന ചിന്തയോടുകൂടെ ഏത് വിധേനയും മറ്റു സൈഡിലിരിക്കുന്ന വ്യക്തിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആ ടോക്കിംഗ് സ്കില്ല് വെച്ചും അധികം കൂടുതൽ സംസാരിച്ചുകൊണ്ടൊക്കെ എങ്ങനെയും മറ്റും അങ്ങനെ ശ്രമിക്കുമ്പോഴും അവര് പോലും അറിയാതെ, ഒരുപക്ഷെ അവര് പോലും അറിയത്തില്ലായിരിക്കും അവർക്ക് ആ ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നു.
ഒരു കാലത്ത് ഞാനും ഇതിന്റെ ഒരു ചെറിയൊരു ഡയറക്ഷനിൽ പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് നമുക്ക് പോലും അറിയത്തില്ല നമുക്ക് ആ ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നുള്ളത്. എങ്ങനെയും ഞാൻ പറയുന്നത് സ്ഥാപിച്ച് ജയിച്ചെടുക്കണം എന്നുള്ള ചിന്തയോടെ വന്നു കഴിയുമ്പോൾ അതിന്റെ അകത്ത് കോപവും ആ വ്യക്തിയോട് ദേഷ്യവും കാര്യങ്ങളെല്ലാം വർദ്ധിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, എന്റെ ലക്ഷ്യം ഞാൻ മറന്നു പോവാം. ഞാൻ എന്തിനാണ് പറയുന്നത്, ആ വ്യക്തിയുടെ അകത്ത് ദൈവഭക്തിയും വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മറന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായി എന്റെ മനസ്സ് മുഴുവൻ. അതുകൊണ്ടാണ് ഈ അർബുദ വ്യാധി പോലെ ഇത് തിന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. എന്റെ ലക്ഷ്യം ആദ്യം എന്തായിരുന്നു, ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ നയിക്കുക എന്തായിരുന്നു, ജീവനുള്ളൊരു കാര്യമായിരുന്നു അത്. പക്ഷെ ഈ ഒരു വേ ഓഫ് ലൈഫ്, ഈ ഒരു വേ ഓഫ് മിനിസ്ട്രി എന്ത് ചെയ്തു കഴിഞ്ഞു, ഞാൻ ജയിക്കണം എന്നുള്ള ചിന്ത എന്ത് ചെയ്തു, അതൊരു ക്യാൻസർ പോലെ എന്റെ ജീവനായിട്ടുള്ള ചിന്തകളെ എന്ത് ചെയ്യാണ്, ഞാൻ പോലും അറിയാതെ കാർന്നുകൊണ്ടിരിക്കും. ഒരു ക്യാൻസർ ബാധിച്ച വ്യക്തിക്ക് അദ്ദേഹത്തെ പോലും അറിയത്തില്ല, അദ്ദേഹത്തിന്റെ ജീവൻ വ്യാപരിച്ച കോശങ്ങളെ ജീവിതത്തിൽ നശിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. എന്ന് വെച്ചോളൂ തന്നെ ഭക്തിവിരുദ്ധമായിട്ടുള്ള സംസാരങ്ങൾ എന്ത് ചെയ്യാണ്, ഈ രീതിയിൽ എന്ത് ചെയ്യാണ്, നമ്മൾ പോലും അറിയാതെ നമ്മളിലുള്ള ജീവനെയും മറ്റുള്ളവരിൽ ഉള്ള ജീവനെയും കാർന്നു തിന്നാനുള്ള സാധ്യതകളുണ്ട്. തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ അതിന്റെ വേറൊരു വശം പറയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 1:6 1:3 അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കതോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോൾ ഉപദേശത്തിന്റെ ലക്ഷ്യം എന്താണ്, സ്നേഹം ഒരു വ്യക്തിയെ ഉളവാക്കി അവനിൽ അത്യുപദേശത്തിന്റെ ഉറപ്പ് കൊടുത്തിട്ട് അവനെ സ്നേഹം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഏത് വഴിയാണ്, വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയിലൂടെയാണ്. ഒരു വ്യക്തിയുടെ അകത്ത് വിശ്വാസം കൊടുത്തിട്ട് ആ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയിൽ അവൻ വളർന്നു വന്ന് സ്നേഹത്തിന്റെ പാരമ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉപദേശത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അത്യുപദേശത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ലക്ഷ്യം മറന്നു കളഞ്ഞിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും അന്യമാണെന്നാണ് പൗലോസ് പറയുന്നത്. ഒരു വ്യക്തിയുടെ അകത്ത് വിശ്വാസം ജനിപ്പിക്കാനുള്ള ഒരു ഉപദേശമാണ് എന്റെ ഉപദേശമെങ്കിൽ അത് പത്യോപദേശമാണ്, അത് കറക്റ്റ് ട്രാക്കിലുള്ള ഉപദേശമാണ്. എന്നാൽ എനിക്ക് ജയിക്കണം, ഞാൻ പറയുന്ന കാര്യം ജയിക്കണം, അതിനുവേണ്ടി ഞാൻ ഈ ട്രാക്കിന്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങൾക്ക് പോകാൻ തുടങ്ങിയാൽ അതിവിടെ തർക്കങ്ങൾ ഉണ്ടാകും, അവിടെ ലക്ഷ്യം തെറ്റിപ്പോകും, അവിടെ എന്റെ സ്നേഹം നഷ്ടപ്പെടും, ആ കേൾക്കുന്ന വ്യക്തിയിലും വിശ്വാസം ഉണ്ടാകാത്തത് കൊണ്ട് അവനും സ്നേഹത്തിലേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല. അവനെയും അവന്റെ ജീവനെയും കാർന്നു തിന്നത്തക്ക രീതിയിൽ അവന്റെ അകത്ത് ഈ ക്യാൻസർ വ്യാപിക്കുവാനിടയായിത്തീരും. സോ ബി വെരി കെയർഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവര് നമ്മളെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന പെർസിക്യൂഷൻ അല്ല, ഇവര് നമ്മളെ എന്ത് ചെയ്യാണ്, മറഞ്ഞിരിക്കുന്ന പാറകളാണ്. ഇവര് നമ്മളോട് കൂടെ നമ്മുടെ സദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറകളാണ്. അവര് നമ്മളെ പോലെ ഉള്ളവരെന്ന് തോന്നിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. അവർക്ക് എന്ത് ചെയ്യാം, അവര് അഭക്തി അധികം മുതിർന്നു വരുന്ന ആ വേ ഓഫ് ലൈഫിലേക്ക് അവര് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ സന്ദേശത്തിന്റെ ലക്ഷ്യം എന്താണ്, നമ്മുടെ സന്ദേശം കേൾക്കുന്ന വ്യക്തിയുടെ അകത്ത് എന്തോ ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം, അല്ലെ? അവന് ക്രിസ്തു വലിയവനാണല്ലോ, അവൻ ചെയ്തെടുത്ത നീതി എത്ര മഹാനീതിയാണ്, അവനിലൂടെ മാത്രമേ എനിക്കിത് സാധിക്കത്തുള്ളല്ലോ എന്നുള്ള ആ വിശ്വാസം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇത് മാത്രമാണ് എന്റെ ലക്ഷ്യം, സുവിശേഷത്തിന്റെ ലക്ഷ്യം. എനിക്ക് വേണ്ടിയാണല്ലോ ക്രിസ്തു മരിച്ചത്, എനിക്ക് വേണ്ടി, എന്റെ നീതിഗാനത്തിന് വേണ്ടി ആണല്ലോ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, എനിക്ക് വേണ്ടിയാണല്ലോ അവൻ വന്നത്. അവൻ നേടിയെടുത്ത നീതി എന്നെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ, എന്നാൽ അവന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുമ്പോൾ എനിക്ക് സാധിക്കുമല്ലോ എന്നുള്ള ഈ സുവിശേഷം, യേശുക്രിസ്തു ആകുന്ന ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ അകത്ത് ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. ഈ സുവിശേഷം കേട്ടാൽ ആ വ്യക്തിയുടെ അകത്ത്, ജീവിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ അകത്ത് വിശ്വാസം ഉണ്ടാകും. എന്നാൽ ഈ സുവിശേഷത്തിന് എക്സ്റ്റേണൽ ആയിട്ട് അതിന്റെ ബൗണ്ടറി കടന്നു പോകുന്ന അന്യതായിട്ടുള്ള ഏത് ഉപദേശവും എന്ത് ചെയ്യത്തില്ല, വിശ്വാസം ഉളവാക്കത്തില്ല. അതെന്ത് ചെയ്യും, അഭക്തി ഉണ്ടാകും. അപ്പം കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ കരയും കടലും പോയി ചെന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുന്ന രീതിയിൽ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ലാതെ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിശ്വാസം എന്ന കാര്യം ഉളവാക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്ത് ലക്ഷ്യത്തോടെയും ഞാൻ ഉപദേശം പറയുന്നത്. ഇപ്പൊ ഒരു ബൈബിൾ അല്ലെങ്കിൽ ഉപദേശം പറയുന്ന ഒരു വ്യക്തിയുടെ ഇന്റൻഷനാണ് ഇവിടെ കാണിക്കുന്നത്. പലരും ഇത് ദ്രവ്യാഗ്രഹത്തിനോട് ഉപയോഗിക്കുന്നുണ്ട്, പലരും ഇത് സ്വന്തം സാമ്രാജ്യം പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, പലരും എന്നെ മാത്രം കേൾക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടി ഇത് പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയോ ഇത് കേൾക്കുന്നവരാകത്ത് വിശ്വാസം ഉണ്ടാകാൻ അതൊന്നും അവർക്ക് വിഷയമല്ല. അതെല്ലാം എന്താണ്, അഭക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അവര് അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ക്യാൻസർ വ്യാപിക്കുന്ന പോലെ അവർക്കും കേൾക്കുന്നവരിലേക്കും ഈ അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ ഒരു ക്യാൻസർ സെല്ല് പോലെ എന്ത് ചെയ്യാം, ജീവനുള്ള കോശങ്ങളെ തിന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം.
ഓക്കെ, അത് വിട്ടുകളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം? വിശ്വാസം എന്ന ഒറ്റ കാര്യമായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഒരു വ്യക്തിയുടെ അകത്ത് വിശ്വാസം ഉണ്ടാക്കണം, നമ്മുടെ സുവിശേഷം പറയുന്നത്. അതായിരിക്കും നമ്മുടെ ഒറ്റ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ദൈവ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഭക്തിയെ ഉണ്ടാക്കുന്ന രീതി. അപ്പൊ അഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെട്ടു പോവുക. അതെന്ന് വെച്ചാൽ ഈ പേടി എന്നുള്ള രീതിയിലല്ല, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന, ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ആ റെവറൻഷ്യൽ ഫിയർ ആണ്. ദൈവം ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തെ മുകളിൽ നിന്ന് അറിയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ എന്നുള്ള ഒരു ഭക്തി. ഇത് ദൈവത്തിൻ്റെതാണല്ലോ സന്ദേശം എന്നുള്ള ഭക്തി. ഇത് എന്റെ ഉപദേശമല്ലല്ലോ, ഇത് ദൈവം ഈ മൺപാത്രങ്ങളെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണല്ലോ, അല്ലെ? ഒരു പ്രസിഡന്റ് ഒരു കാര്യം ഇതിനെ പറയാൻ ഏൽപ്പിച്ചു വിട്ടാൽ എത്ര റെഫറൻഷ്യൽ ഫിയറോടുകൂടിയായിരിക്കും നമ്മൾ ആ കാര്യം ചെയ്തെടുക്കുന്നത്, അല്ലെ? അപ്പം നമ്മൾ ആ പ്രസിഡന്റ് പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ ആ നേതാവ് പറയാത്തൊരു കാര്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടിക്കളഞ്ഞാൽ ആ നേതാവിന്റെ കോപം നമ്മുടെ മേൽ വീഴുന്നത് പോലെ ദൈവത്തിന്റെ കോപം എന്ത് ചെയ്യും? ഈ അന്യതാ ഉപദേശിക്കുന്നവരുടെ മേൽ വീണ് കിടക്കുകയാണ്. സ്തോത്രം. നമുക്ക് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വാക്കി നമ്മൾ ശ്രദ്ധിക്കണം. അവർ എന്നാണ് ഇവരെ അഡ്രസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ നമ്മുടെ കൂട്ടത്തിലുള്ളവരല്ല. നാം എന്ന പദമാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം. അപ്പൊ ഇങ്ങനെ തെറ്റിപ്പോകുന്നവരെ പറ്റി അഡ്രസ് ചെയ്യുമ്പോൾ ലേഖനകാരന്മാരെല്ലാം ഉപയോഗിച്ചൊരു പദമാണ് അവർ. സെക്കൻഡ് പീറ്റർ 2-ാമത്തെ ചാപ്റ്റർ വായിച്ചു നോക്കി. ഇങ്ങനെയുള്ള കുറെ ഗ്രൂപ്പുകളെ പറ്റി പറയുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് അവർ എന്നാണ്. നമ്മുടെ ഉള്ളതല്ലാത്ത, അല്ലെ, വെള്ളമില്ലാതെ ഓടുന്ന മേഘങ്ങൾ അവർ, അല്ലെ, ഗതികെട്ട കാറ്റ് പോലെ പറക്കുന്ന ആ ഒരു അവർ, നമ്മുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ അവർ എന്ന് വെച്ചാൽ നമ്മുടെ ഇനി യൂദായുടെ ലേഖനം വായിച്ചാലും ഈ ഒരു അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പം ഇവരെ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും വചനം എങ്ങനെയാണ് അവരെ അഡ്രസ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളവരായിട്ടല്ല, അവർ നമ്മുടെ ആ ഒരു തെരഞ്ഞെടുപ്പോ നമ്മുടെ ആ വളർച്ചയിലോ ഉള്ളവരല്ല. എന്നാൽ ദൈവം അവര് നമ്മുടെ കൂടെ നിർത്തിയിരിക്കുകയാണ്. ആ ഗോതമ്പിന് ആ നല്ല വിത്തിന് വളരുന്നതിന്റെ കൂടെ കളയായിട്ട് നിർത്തിയിരിക്കുകയാണ്. താഴോട്ട് വാക്യങ്ങളിൽ നമ്മൾ പിന്നെ അത് കാണും. അപ്പൊ ദൈവം അത് അനുവദിച്ചിട്ടുണ്ട്, അവര് നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടി, നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയും ഇതിന്റെ അകത്ത് ഒരു റിഫൈനർ ഉണ്ടാകാൻ വേണ്ടി ദൈവം അവരെ നിർത്തിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ഇവരെ ഒറ്റയടിക്ക് തള്ളി വിടാമായിരുന്നു. പക്ഷെ ദൈവത്തിന് അവരിലൂടെ ഉദ്ദേശമുണ്ട്. നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണാം. ഇപ്പം വീണ് പോകുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നവരെ കുറിച്ചോ എപ്പോഴും അഡ്രസ് ചെയ്യുന്ന പദമാണ് അവർ എന്ന് പറയുന്ന കാര്യം, അല്ലെ? അപ്പം എന്നാൽ ദൈവത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കുകയാണ്. ദൈവത്തിന്റെ കൂട്ടത്തിലുള്ളവർ നാം എന്ന പദത്തിലേക്ക് പിന്നെ ലേഖനകാരൻ വരും. അതുകൊണ്ട് നാം ഈ അവർ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ലേഖനകാരന്മാരുടെ ഒരു ഭാഷ ശ്രദ്ധിച്ചാൽ മതി. നാം എന്ത് ചെയ്യണം? നാം നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂദ കൺക്ലൂഡ് ചെയ്യുന്നത്. പത്രോസ് ലേഖനത്തിൽ അവിടെ പറയുന്നത്, സെക്കൻഡ് പീറ്റർ നോക്കിക്കഴിയുമ്പം അവിടെ നമ്മൾ അവർ എന്ന് പറഞ്ഞിട്ട് അവസാനം വന്നു കഴിയുമ്പോൾ എന്താണ്? പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മള് ഒരു ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടരും എന്നാൽ ഈ വീട് പോകുന്നവരും തെറ്റിപ്പോകുന്നവരും എപ്പോഴും അവർ എന്ന പദത്തിലാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ അവർ തിരഞ്ഞെടുക്കപ്പെടാത്തവരാണ്, അവർ ഈ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാത്തവരാണ്. പക്ഷെങ്കിൽ അവരും നമ്മളെ പോലെ ഒരു പക്ഷെങ്കിൽ ഈ ഒരു വേ ഓഫ് ലൈഫിൽ ജീവിച്ചു തുടങ്ങുന്നതായിട്ട് തോന്നും. പക്ഷെ ഒരു സെർട്ടൻ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അവർ നമ്മളോടുകൂടെ അല്ലാത്തതാൽ അതുകൊണ്ട് അവർക്ക് നമ്മളോടുകൂടെ പാർക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് തെളിയേണ്ടതല്ലോ, അല്ലെ? അപ്പൊ എല്ലാവരും നമ്മൾക്കുള്ളവരല്ല, അത് നമ്മൾ അറിഞ്ഞിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് നമ്മൾ അങ്ങനെ ആരും വിധിക്കാനും പോകരുത്. പക്ഷെ ഇത് വിവേചിച്ചറിയണം. ഓരോ വ്യക്തികളുടെയും ഉപദേശങ്ങൾക്ക് അനുസരിച്ച് അവരെ വിവേചിച്ചറിയണം. യഥാർത്ഥത്തിൽ ഈ യേശുക്രിസ്തു എന്ന സുവിശേഷത്തിന്റെ ട്രാക്കിലാണോ അദ്ദേഹത്തിന് ഉപദേശം പോകുന്നത്? ഇത് ആ സുവിശേഷം കേട്ട് കഴിയുമ്പം എന്നിലും മറ്റുള്ളവരിലും വിശ്വാസമാണോ വർദ്ധിക്കുന്നത്, അതോ മനുഷ്യരുടെ ജ്ഞാനവും പ്രത്യേക ആകർഷണവും ആ വ്യക്തിയോടുള്ള ആകർഷണമാണോ വർദ്ധിക്കുന്നത്? ശ്രദ്ധിച്ചോ. ഇപ്പൊ ഞാനൊരു മെസ്സേജ് കേട്ടാൽ നിങ്ങൾ എന്താണ് വിവേചിക്കേണ്ടത്? നിങ്ങളുടെ അകത്ത് വിശ്വാസമാണോ വർദ്ധിക്കുന്നത് ചിന്തിക്കണം. നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അന്യതായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ അകത്ത് കർത്താവ് എത്ര മഹാൻ, എനിക്ക് അവനെ വേണമെന്ന് തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മെസ്സേജുകൾ വ്യർത്ഥമാണ്, അത് അന്യതായുള്ള ഉപദേശമാണ്. നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉളവാക്കുന്ന ഒറ്റ ലക്ഷ്യമേ എന്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ, അല്ലെ? അത് മാത്രമായിരിക്കണം ഏതൊരു ശുശ്രൂഷകന്റെ ലക്ഷ്യം. 18-ാം വാക്യത്തിൽ അതിൽ അങ്ങനെയുള്ള രണ്ട് വ്യക്തികളെ പറ്റി, ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. പൗലോസ് വിവേചിച്ചറിഞ്ഞതാണ്. സ്തോത്രം. കാരണം ഒരു നേരെയുള്ള ഒരു മാനദണ്ഡം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വളഞ്ഞു പോകുന്ന പലരെയും പറ്റി നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും. ഈ നേരെയുള്ള മാനദണ്ഡം നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കരിയില് പാടുന്ന പോലെ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു വീഴുന്ന ശിശുക്കളായി പോകും.
ഒരു ഉപദേശം കിടുമ്പോൾ അങ്ങോട്ട് പോകും, പിന്നെ അടുത്ത ആഴ്ച വേറൊരു ഉപദേശം കിടുമ്പോൾ ഇങ്ങോട്ട് പോകും. കാരണം സത്യമായിട്ടുള്ള നേരെയുള്ള ഉപദേശം, പത്യോപദേശത്തെ പറ്റി ഉറപ്പില്ല. അപ്പൊ തിമോഥെയോസിന്റെ 2 ലേഖനങ്ങളിലും ഈ യഥാർത്ഥ പത്യോപദേശത്തെ, ദ സ്ട്രെയിറ്റ് ലൈൻ, റിയൽ ട്രാക്ക്, അല്ലെ, ചട്ടപ്രകാരം ഓടേണ്ടതായിട്ടുള്ള, ആ പല്ല് കെട്ടിയാലും ചട്ടപ്രകാരം ഓടേണ്ടതായിട്ടുള്ള ഒരു റിയൽ ട്രാക്ക്, പാരലൽ ട്രാക്ക്, അതിന്റെ ബൗണ്ടറീസ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. പല ബൗണ്ടറീസ് പറയുന്നുണ്ട്. വാഗ്വാദം ചെയ്യാൻ ഇറങ്ങുന്നവർ, ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരങ്ങളുമായിട്ട് വരുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ബൗണ്ടറീസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ഈ 2 വ്യക്തികൾ, ഇവരുടെ പരിപാടി എന്തായിരുന്നു? പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു കേട്ടോ. അർബുദവ്യാധി അതാ, ചിലരുടെ വിശ്വാസത്തെ തന്നെ മറിച്ച് കളയത്തക്ക വണ്ണം ഇവരുടെ ഒരു ടോക്കിംഗ് സ്കിൽ കൊണ്ടായിരിക്കാം, അവരുടെ ഒരു ഇടപെടൽ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ വളരെ സ്നേഹപരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ട്രാപ്പുകളൊക്കെ കയറി വരുന്നത് അവരുടെ സ്നേഹമൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ എന്ത് മനോഹരമായിട്ടാണ് ആ വ്യക്തി ആ കാര്യം പ്രസന്റ് ചെയ്യുന്നത് പറഞ്ഞ് ഇവരുടെ കഴിവുകളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, പലരും അവരുടെ പുറകെ പോകുന്നത്. ഈ ദുർപദേശം പഠിപ്പിക്കുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ പ്രത്യേകം നോക്കിയാൽ വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, വളരെ നമ്മളെക്കാളും വളരെ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും, ആൾക്കാരെ പെർസ്യൂഡ് ചെയ്യാൻ പ്രത്യേക സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സ്തോത്രം. അവർ പക്ഷെങ്കിൽ ഇതാ അർബുദ വ്യാധി പോലെ അവരുടെ വിശ്വാസത്തെ തിന്നു കളയത്തക്കവണ്ണം, മറിച്ചു കളയത്തക്കവണ്ണം പ്രത്യേക കഴിവുള്ളത്. കാരണം എന്താണ്? അവർ ക്രിസ്തുവിനെ വിട്ടു തെറ്റിയിരിക്കുകയാണ്. സ്തോത്രം. 19-ാം വാക്യം, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അവിടെയാണ് നമ്മളെ പറ്റി പറയാം. ഓക്കെ, ഇപ്പോൾ മുന്നേ പറഞ്ഞ വാക്യങ്ങളെല്ലാം അവർ എന്നാണ് അഡ്രസ് ചെയ്തത്, അവരുടെ കൂട്ടത്തിൽ അവർ എന്ന് അഡ്രസ് ചെയ്തിട്ട് പറയാണ്. ഇപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണ്. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകത്തും കൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. ഇവിടെ നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ ക്യാരക്ടറും വെളിപ്പെടുത്തുകയാണ്. അപ്പൊ അവരുടെ ഐഡന്റിറ്റി, അവരുടെ ക്യാരക്ടർ പൗലോസോട് വെളിപ്പെടുത്തി കഴിഞ്ഞു. അവരുടെ ഐഡന്റിറ്റി എങ്ങനെയൊക്കെ തിരിച്ചറിയാം? വിശ്വാസം എന്ന കാര്യമല്ലാതെ അഭക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവർ പഠിപ്പിക്കും. കേൾക്കുന്നവരുടെ വിശ്വാസം മറിച്ചു കളയും. എന്നിട്ട് സത്യവചനത്തെ അവര് യഥാർത്ഥമായി പ്രസംഗിക്കത്തില്ല. സമൂഹത്തിൽ അവർക്ക് ലജ്ജിപ്പാൻ സംഗതിയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വ്യക്തമായ സംസാരങ്ങൾ അവർക്ക് കൂടുതലുണ്ടാകും. ഇതെല്ലാം അവരുടെ ഐഡന്റിറ്റിയാണ്. പക്ഷെങ്കിൽ നമ്മളെ പറ്റിയുള്ള നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? എന്നെ കർത്താവ് അറിയുന്നു, ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, അതുകൊണ്ട് ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. ഇങ്ങനെയുള്ളവർ അനേകർ ചുറ്റുമുണ്ടെങ്കിലും കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ആ ഒരു ഡെഫിനിറ്റ് എലക്ഷന്റെ അകത്തുള്ളവരെ കർത്താവ് അറിയുകയാണ് ചെയ്തത്. കർത്താവ് എന്നെ അറിയുന്നു എന്നുള്ള ഐഡന്റിറ്റി, അല്ലെ? ദ ഫസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? എന്നെ എന്റെ കർത്താവിന് അറിയാം. ഇങ്ങനെയുള്ള കൂട്ടത്തിൽ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും, 1000കണക്കിന് പേര് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഉറപ്പിക്കേണ്ട കാര്യം കർത്താവ് എന്നെ അറിയുന്നുള്ള ഐഡന്റിറ്റി. ഇതെത്ര സ്വസ്ഥമായിട്ടുള്ള ധൈര്യം തരുന്ന ഒരു ഐഡന്റിറ്റിയാണ്. കർത്താവ് തനിക്കുള്ളവരെ അറിയും എന്നും, അങ്ങനെ അറിയുന്നവരുടെ ക്യാരക്ടർ എന്താണ്? ഇങ്ങനെയുള്ള അനീതി അവരെപ്പോഴും വിട്ടകന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചോ, മുമ്പ് പറഞ്ഞ അനീതികൾ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും, ആ ഒരു സ്വഭാവത്തിൽ നിന്നും ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവരുടെ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? അവര് ഇങ്ങനെയുള്ള അനീതികളിൽ നിന്ന് അവർ വിട്ടുവന്നുകൊണ്ടിരിക്കും. അപ്പം എന്നെ കർത്താവ് അറിയുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ മേലൊരു മുദ്രയുണ്ട്, എന്റെ മേലൊരു സീലുണ്ട്. ആ സീല് എന്താണ് കാണിക്കുന്നത്? മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അവരോട് പിന്നെ ആ ഒരു ഫെലോഷിപ്പിക്ക് പോകത്തില്ല, ആ ഒരു അണയില്ലാ പിണയിലേക്ക് അവർ പോകത്തില്ല. എന്നാ പിന്നെ അല്പസമയം ഉണ്ടല്ലോ, അവരുടെ കൂടെ കേൾക്കാൻ വേണ്ടി ഇരുന്നേക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള അനീതികളെ വിട്ടകലാൻ അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് അവർക്ക് ഡിസ്കംഫോർട്ടായിട്ട് തോന്നും. ഒരു ദുരുപദേശം പഠിപ്പിക്കുന്ന കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യാം? അവർക്കത് ഡിസ്കംഫോർട്ടായിട്ട് തോന്നും. കാരണം കർത്താവിനെ മഹത്വപ്പെടുത്താത്ത, എന്നിൽ വിശ്വാസം ഉളവാക്കാത്ത, എന്നിൽ ഭക്തിക്ക് പകരം അഭക്തി ഉളവാക്കുന്ന, ദൈവഭയം നഷ്ടപ്പെടുത്തി കളയാത്ത കാര്യങ്ങൾ കേട്ട് കഴിയുമ്പം, അത് എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും, ആ വ്യക്തി എന്നെ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും, ഈ വിശ്വാസം സംബന്ധമായിട്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസിന് അവർക്ക് നിൽക്കാൻ തോന്നത്തില്ല. അപ്പം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് പറയുന്ന കൂട്ടരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനീതി ഒരിക്കലും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയത്തില്ല. അവർക്ക് ഇതെങ്ങനെ വിട്ടുപോരണം എന്നുള്ള ആ ഡിസ്കംഫോർട്ട് ഫീലിംഗ് അവർക്കുണ്ടായിരിക്കും.
അല്ലെ? നമ്മളെ എക്സാമ്പിൾ പറയുന്നത് മീനെ പിടിച്ച് കരയിൽ ഇട്ട് കഴിയുമ്പോൾ അതിനെ സൃഷ്ടിച്ചിട്ടില്ലാത്ത ലോകത്തിലേക്ക് അത് ഇരുന്ന് കഴിയുമ്പോൾ അതിനൊരു പെടച്ചിൽ ഉണ്ടാകുന്ന പോലെ, എങ്ങനെയും തിരിച്ച വെള്ളത്തിലേക്ക് പോകണം എന്നുള്ള പെടച്ചിൽ ഉണ്ടാകുന്ന പോലെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ലോകം ക്രിസ്തുവും അവന്റെ രാജ്യവുമാണ്, അവന്റെ പത്യോപദേശമാണ്, വിശ്വാസത്തിന്റെ ലോകമാണ്. വിശ്വാസത്തിന്റെ ലോകത്തിന് വെളിയിൽ ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ കഴിയാത്തൊരു ഡിസ്കംഫോർട്ട് അവരവർക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ മുദ്ര എന്താണ്? ഞാൻ ഇങ്ങനെയുള്ള അനീതികളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടിരിക്കും. അപ്പം ഇത് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മളെ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എടുക്കേണ്ട ഒരു മേഖലയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടൽ തീരത്ത് നിൽക്കുവാണെങ്കിൽ ചുമ്മാ നിൽക്കുമെന്ന് ഓർത്തോ. അപ്പം ചുമ്മാ നിൽക്കുവാണെങ്കിൽ ആദ്യം നിന്ന പൊസിഷൻ ആയിരിക്കത്തില്ല നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിൽക്കുന്നത്. കാരണം എന്ത് ചെയ്യാണ്, ഈ കടൽ തിരകള് വേവ്സിന്റെ പവർ വെച്ച് നമ്മളെ എന്ത് ചെയ്യാണ്, ഡ്രിഫ്റ്റ് ചെയ്തോട്ടേയിരിക്കും. ഇതാണ് ഇങ്ങനെയുള്ള ഒഴുക്കിന്റെ പ്രത്യേകത. നമ്മുടെ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പോലും അറിയാതെ ഈ അർബുദ വ്യാധി അവരുടെ ആകർഷണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ളവർ പോലും അല്ലെ, നമുക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, ഞാൻ പേരെടുത്തും പറയുന്നില്ല, പലരും എന്ത് ചെയ്യുന്നുണ്ട്, ചിലരുടെ ആകർഷണങ്ങളിലേക്ക്. ഈ അരയോപക്കുന്നിലെ വിശ്വാസികളെ കുറിച്ചാണോ പറഞ്ഞ ഓർക്കുന്നില്ല, പുതുതായി വല്ലതും കേൾക്കാനുള്ള ഒരു ആകർഷണം ആ ദേശത്തെ ആൾക്കാർക്ക് ഉണ്ടായത് അല്ലെ, പുതുതായി വല്ലതും കേൾക്കാനുള്ള ആകർഷണം. അങ്ങനെ കേൾക്കാൻ വേണ്ടിയാണ് അവർ പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നത്. അപ്പം എവിടെയും ഒരു പുതുമ കേൾക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ അവര് എന്തോ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അവർ എന്ത് ചെയ്യുക, അവര് ആ ഡ്രിഫ്റ്റിംഗിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മള് എന്ത് ചെയ്യുക, ഈ വേവ്സിനെതിരെ ഓപ്പോസിറ്റ് മൂവ്മെന്റ് നടത്തും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം നമ്മള് ഈ ഒരു ഓപ്പോസിറ്റ് മൂവ്മെന്റ് നടത്തിയില്ലെങ്കിൽ അനീതി വിട്ടകന്ന് ഓടുന്ന ഒരു ഓപ്പോസിറ്റ് മൂവ്മെന്റ്. അപ്പൊ ലോകത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ്, എങ്ങനെയും ക്രിസ്തുവിൽ നിന്ന് അകറ്റി ഏതെങ്കിലും ഒരു ഉപദേശത്തിലേക്കും കാറ്റിലേക്ക് നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോവുക. അത് ഇന്നത് വേണമെന്നില്ല, എവിടെയെങ്കിലും ഒക്കെ ഒഴുക്കിക്കൊണ്ട് പോവുക. ഒറ്റ ലക്ഷ്യമുള്ളൂ, ആ സത്യം ഒന്നേ ഉള്ളൂ. 16 പോസ്റ്റുകൾ കാണും. ഈ 16-ൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ആത്മാവിന്റെ സ്പിരിറ്റ്. അപ്പൊ എന്നാൽ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, അവരുടെ സ്വഭാവം എന്തായിരിക്കും, ഏത് വിധേനയും ഒരു പോസ്റ്റിലും പെട്ടുപോകാതെ വിട്ടകന്ന് ഓടി ഈ യഥാർത്ഥ സത്യത്തിൽ നിൽക്കാനുള്ളൊരു ക്രേവിങ് അവരുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് അവരുടെ മുദ്ര എന്ന് പറയുന്നത്. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, അതാണ് നമ്മുടെ ഐഡന്റിറ്റി. അങ്ങനെ ഐഡന്റിറ്റി ഉണ്ടെന്ന് എനിക്ക് അവകാശപ്പെടണമെങ്കിൽ എന്റെ അകത്ത് കാണേണ്ട സ്വഭാവം എന്താണ്, ഏത് വിധേനയും ഈ ഒഴുക്കിന് എതിരെ നീന്താനുള്ള, ഒഴുക്കിനെതിരെ സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ക്രേവിങ് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിരിക്കും. സ്തോത്രം. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റിയും ക്യാരക്ടർ വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി അവർ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കൂട്ടരുടെ ഐഡന്റിറ്റിയും ക്യാരക്ടർ വെളിപ്പെടുത്തിയിട്ട് നമ്മുടെ ഐഡന്റിറ്റിയും ക്യാരക്ടർ വെളിപ്പെടുത്തിയാണ്. നമ്മുടെ ഐഡന്റിറ്റി കർത്താവ് നമ്മളെ അറിഞ്ഞിരിക്കുകയാണ്. എന്റെ ക്യാരക്ടർ എന്താണ്, അവർ അനീതി വിട്ടകന്നുകൊള്ളും എന്നുള്ളതാണ് നമ്മുടെ ആ സീൽ, നമ്മുടെ ആ ക്യാരക്ടർ. സ്തോത്രം. ഇനി 20-ാം വാക്യത്തിൽ എന്തുകൊണ്ട് ദൈവം ഈ അവർ എന്ന് പറയുന്ന ആൾക്കാരെയും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തി എന്നുള്ള കാര്യത്തിലേക്ക് വരിക. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിന്, ചിലത് ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നു. കർത്താവ് നമുക്കുള്ളവരെ അറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല ഇതിന്റെ അകത്തുള്ളത്. ഒരു സഭയെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ലോക്കൽ ചർച്ചിനെ എടുത്തു കഴിഞ്ഞാൽ പോലും, ഒരു കൂട്ടായ്മ എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു വലിയ വീട് പോലെയാണ്. ആ വീട്ടില് നല്ല പാത്രങ്ങൾ മാത്രമല്ല ഉള്ളത്, എല്ലാത്തരം പാത്രങ്ങളും ഉണ്ട്. അപ്പൊ ചില പാത്രങ്ങൾ മാന്യകാര്യത്തിനും ചില പാത്രങ്ങൾ ഹീനകാര്യത്തിനും ഉപയോഗിക്കും. അപ്പം ഈ അവർ എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവമുള്ള ആൾക്കാരെയും ദൈവം ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഒരുപക്ഷെങ്കിൽ അവർ ദുരുപദേശം പഠിക്കണമെന്ന് പോലും ഇല്ല, ചിലപ്പോൾ അവരുടെ ഒരു ദുഷ്ടമായിട്ടുള്ള സ്വഭാവം വെളിപ്പെടാൻ വേണ്ടി തന്നെ കർത്താവ് ഇവര് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സ്നേഹം പ്രാക്ടീസ് ചെയ്യപ്പെടണമെങ്കിൽ എനിക്കൊരു ശത്രു, എനിക്കെതിരെ അപവാദം പറയുന്ന ഒരു ശത്രു ദൈവം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി അല്ലെ. ദൈവം അവരെ ഒരു ഹീനകാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ദൈവം ആ തിന്മ ചെയ്യുവല്ല, ആ വ്യക്തിയിൽ ഓൾറെഡി ഉള്ള തിന്മയെ എന്ത് ചെയ്യാണ്, ദൈവം അനുവദിക്കുകയാണ് അവനെ കൊണ്ട് അത് ചെയ്യാൻ വേണ്ടി. ഇവൻ കർത്താവിന്റെ ക്രൂശീകരണം പോലും അങ്ങനെയല്ലേ, ഇത് മനുഷ്യന്റെ അകത്തുള്ള ആ ക്രൂരതയെ എന്ത് ചെയ്തു, ദൈവം ഉപയോഗിച്ചു ദൈവത്തിന്റെ ഒരു പർപ്പസ് നിറവേറ്റാൻ വേണ്ടി. കർത്താവിന്റെ ക്രൂശീകരണം നടക്കാൻ വേണ്ടി മനുഷ്യന്റെ അകത്തുള്ള ക്രൂരതയെ തന്നെയാണ് ദൈവം എടുത്ത് ഉപയോഗിച്ചത്. യോസെഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോസഫ് തന്റെ സഹോദരന്മാരെ പറയുന്നത്, നിങ്ങൾ എനിക്ക് തിന്മയായിട്ടുള്ളത് ചെയ്തു, പക്ഷെ ദൈവം ഒന്ന് എനിക്ക് നന്മയാക്കി മാറ്റി. അപ്പൊ യോസഫിനെ ആ നന്മയായിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു, തന്റെ സഹോദരന്മാരുടെ തിന്മ ഉപയോഗിച്ചു. ഒരു വീട്ടിൽ തന്നെ ദൈവത്തിന് മാനപാത്രമായിരിക്കുന്ന യോസഫും ഉണ്ട്, ദൈവത്തിന് ഹീനമായിട്ടുള്ള അല്ല അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള സഹോദരന്മാരും ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഒറ്റ വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, കർത്താവ് തനിക്കുള്ള യോസഫിനെ അറിഞ്ഞു. അവൻ അനീതി വിട്ടു തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ അവൻ അനീതി വിട്ട് അകലത്തക്കവണ്ണം അവന്റെ
പർപ്പസിലേക്ക് അവൻ ഓടി അടുക്കത്തക്കൊണ്ട് എന്ത് ചെയ്തു? അതേ വീട്ടിൽ തന്നെ ഹീനമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പാത്രങ്ങളെയും ദൈവം അവന്റെ ചുറ്റും ഉപയോഗിച്ചു. അത് സൗരവന് മാത്രമല്ല, അവന് ജോലി ചെയ്യാൻ പോയ സ്ഥലത്തും പോത്തിഫറിന്റെ വീട്ടുകാരും അല്ലെ, എവിടൊക്കെ അവന് പോയോ അവിടെ എല്ലാം എന്താണ്, അവൻ മാനപാത്രമായി നിൽക്കത്തക്ക വണ്ണം എന്ത് ചെയ്തു? ഹീനപാത്രങ്ങളെ അവന്റെ വീട്ടിലും ആ ജോലി ചെയ്ത സ്ഥലത്തും എല്ലായിടത്തും ദൈവം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഒരു വീട്ടിൽ ഈ നാം എന്ന് പറയുന്ന, നമ്മൾ എന്ന് പറയുന്ന ആൾക്കാരെ മാത്രമല്ല, യവർ എന്ന് പറയുന്ന ഈ കൂട്ടരെയും ദൈവം കളയവ് കൂടെ വളരുവാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം ഇവയെ വിട്ടകന്ന് തന്നെത്താൻ നിർമ്മലമാക്കുന്നത് കേട്ടോ, അനീതി വിട്ടകന്ന് ഓടുന്ന ആ സ്വഭാവമുള്ളവർ എന്ത് ചെയ്യും? വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇങ്ങനെയുള്ള അനീതികളെ വിട്ടകന്നിട്ട് എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനുള്ള, അല്ലെ, ഇപ്പം ഈ ഹീനപാത്രങ്ങളിലൂടെ എന്താണ് വെളിപ്പെടുന്നത്? അപവാദങ്ങളായിരിക്കാം, നമുക്കെതിരെയുള്ള ദുഷ്ടപ്രവർത്തനങ്ങളായിരിക്കാം, നമ്മൾ ഉപദ്രവിക്കുന്ന സ്വഭാവങ്ങളായിരിക്കാം. പക്ഷെ നമ്മുടെ അകത്ത് എന്താണ് ദൈവം ചെയ്തെടുക്കുന്നത്? ദൈവത്തിന്റെ സ്വഭാവം, ആ ദൈവത്തിന്റെ വേല, അവനെ സ്നേഹിക്കാനുള്ള ദൈവത്തിന്റെ വേല. അവനെ സ്നേഹിച്ചു കഴിയുമ്പോൾ എന്റെ അകത്ത് വിശുദ്ധീകരണം നടക്കുക, അല്ലെ? ഞാൻ വിശ്വസിച്ച കാര്യത്തിന്റെ ഫങ്ഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്റെ അകത്ത് നടക്കുക. അപ്പൊ എനിക്കൊരു ശത്രു ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആ ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും? അല്ലെ? എനിക്ക് ക്ഷമിക്കണമെങ്കിൽ എനിക്ക് ക്ഷമിക്കപ്പെടാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകണ്ടേ? അല്ലെ? ഒരു ഉപാധിയും ഇല്ലാതെ ക്ഷമിക്കണമെങ്കിൽ, ഇവൻ എന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ഒരു ഉപാധിയും ഇല്ലാതെ ക്ഷമിക്കണമെങ്കിൽ എനിക്കെതിരെ അന്യായം ചെയ്യുന്ന ഒരു സഹോദരനെ ദൈവം അവിടെ നിർത്തണം. യേശുവല്ല നമ്മൾ വളരുന്നേ. അപ്പൊ യേശുവിന്റെ സ്വഭാവത്തിനനുസരിച്ച് യേശുവിന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും അവൻ ക്ഷമിച്ചതുപോലെ നമുക്കും എന്ത് ചെയ്യണം? നമ്മളുടെ അകത്തും ഈ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ഹീനപാത്രങ്ങളെ ദൈവം ഓൾറെഡി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മാനപാത്രങ്ങൾ പ്രത്യേകത എന്തായിരിക്കും? അവരുടെ എപ്പോഴും ലക്ഷ്യം എങ്ങനെയും ക്രിസ്തുവിന്റെ സ്വഭാവം ഇനി വെളിപ്പെടണമെന്നായിരിക്കും. അത് 22-ാം വാക്യോട് ചോദിച്ചു, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കും. ഇതൊരു പാസീവ് ലൈഫ് അല്ല. ഈ സാങ്ക്ടിഫിക്കേഷൻ പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ അകത്ത് തന്ന വീണ്ടും ജനനം എന്ന് പറയുന്നത് എങ്ങനെയും ക്രിസ്തുവിനെ പ്രാപിക്കാനുള്ള ഒരു ഞരക്കം അതിന്റെ അകത്തുണ്ടാകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ നമ്മുടെ മായക്കൊന്നും നമ്മളെ മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മുടെ ചിന്ത, കർത്താവ് ഇത് പ്രവൃത്തി തികയ്ക്കുമല്ലോ, അപ്പൊ ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്തോട്ടെ എന്നുള്ള രീതിയിലായിരിക്കത്തില്ല. ഈ അനീതി വിട്ടകലാനുള്ള ഒരു ക്രേവിങ് സ്വഭാവവും അതുപോലെ കർത്താവിന്റെ വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരു പാത്രമാകാനുള്ള ഒരു ക്രേവിങ്ങും നമ്മുടെ വീണ്ടും ജനനത്തിന്റെ സ്വഭാവത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനൊരു ക്രേവിങ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ വീണ്ടും ജനനം യഥാർത്ഥമായിട്ട് സംഭവിച്ചിട്ടില്ല. കർത്താവ് ചെയ്യുമ്പോൾ ചെയ്യട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ യഥാർത്ഥ വീണ്ടും ജനനത്തിന്റെ സ്വഭാവം അല്ലത്. കാരണം ഒരു മീനെ പിടിച്ച് കാലിലിട്ടാൽ എന്നെ ആരും പിടിച്ച് വെള്ളത്തിൽ ഇട്ടോട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതാണ്. ആ ഒരു സ്വഭാവം, അതിന്റെ സൃഷ്ടിക്കകത്ത് തന്നെ അതിന്റെ സ്വഭാവം എന്തിയാണ്? തിരിച്ച് വെള്ളത്തിലേക്ക് പോകാനുള്ള ക്രേവിങ് കിടക്കുന്നുണ്ട്. വീണ്ടും ജനിച്ച വ്യക്തി കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു പറയുന്ന, എന്നെ കർത്താവ് അറിയുന്നു പറയുന്ന ആ ഒരു വ്യക്തി എപ്പോഴും എന്ത് ചെയ്യും? ഒരു പാസീവ് ലൈഫിലായിരിക്കത്തില്ല. അവരെപ്പോഴും ആക്റ്റീവ്ലി അനീതിയെ വിട്ടകലാനുള്ളൊരു ഡിസ്കംഫോർട്ടും ആക്റ്റീവ്ലി നീതിയെ എംബ്രേസ് ചെയ്യാനുള്ളൊരു സ്വഭാവവും അവന്റെ അകത്ത് ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം, അല്ലെ? ഒരുങ്ങിയിരിക്കുക. എപ്പോൾ എനിക്ക് കർത്താവിന്റെ സ്വഭാവത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന സാധ്യതകൾ ഉണ്ടാകും എന്നുള്ള ഒരു ഒരുക്കം. അല്ലാതെ ദൈവം ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടോന്ന് ദൈവം ചെയ്യും, പക്ഷെ നമ്മുടെ ഭാഗത്തുള്ള ഒരുക്കം എന്താണ്? ഒരുങ്ങിയിരിക്കുന്ന പാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ബാംഗ്ലൂർ ചർച്ചിലും അതാണ് ചിന്തിച്ചത്. ഒരു നഗ്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ക്രേവിങ് എന്തായിരിക്കും? എങ്ങനെയും ഒരു വസ്ത്രം കിട്ടണം, അല്ലെ? ആ ലജ്ജാപരമായിട്ടുള്ള അവസ്ഥ മാറിപ്പോകത്തക്കോണം എത്രത്തോളം ഒരു വസ്ത്രം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ക്രേവിങ് ഉണ്ടായിരിക്കും, അല്ലെ? എന്ന് വെച്ചാൽ എന്നാണ്, യേശുവിന്റെ നീതിയുടെ വസ്ത്രത്തിന് വേണ്ടി നമ്മുടെ അകത്തുണ്ടാകുന്ന ക്രേവിങ് അത്ര ഭയങ്കരമായിരിക്കും. കാരണം എന്റെ പാപാവസ്ഥയിൽ കംഫോർട്ടായിട്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ പാപാവസ്ഥയിൽ, എന്റെ അയോഗ്യതയിൽ കംഫോർട്ടായിട്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എപ്പോഴും എന്ത് ചെയ്യാണ്? എന്റെ പാപത്തെ ജയിക്കുന്ന യേശുവിന്റെ നീതിക്ക് വേണ്ടിയുള്ള ഒരു ക്രേവിങ്. ഒരു നഗ്നനായിട്ടുള്ള വ്യക്തി ഒരു വസ്ത്രത്തിന് വേണ്ടി എത്രത്തോളം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ക്രേവ് ചെയ്യുന്നോ, എന്ത് വില കൊടുത്തു, അദ്ദേഹത്തിന് വേറെ ഒന്നും അപ്പം വേണ്ട, അല്ലെ? ഒരു നഗ്നനായിട്ടിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ഈ ലോകത്തിൽ എന്ത് ഓഫർ ചെയ്താലും അവന് വേണം. അവൻ എന്തെങ്കിലും ഒരു വസ്ത്രം മതി. എന്ന് വെച്ചോലെ ഒരു വീണ്ടും ജനിച്ച ദൈവത്തിന്റെ മഹത്വത്തിലൂടെ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ മാനപാത്രമായി വിളിക്കപ്പെട്ടു എന്നോ
തോന്നുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു ഒരുക്കം ഉണ്ടായിരിക്കും. എനിക്ക് എങ്ങനെയും ക്രിസ്തുവിനെ വേണം എന്നുള്ളൊരു ക്രേവിംഗ് അകത്തുണ്ടായിരിക്കും. ഇത് നമ്മുടെ വീണ്ടും ജനനത്തിൽ കർത്താവ് അതൊരു സ്വഭാവമാണ്. അപ്പൊ അങ്ങനെയുള്ള മുദ്രയാണ് എങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെ പരിശോധിക്കുന്നത്? അനീതി വിട്ടകന്ന് ഓടാനുള്ള ഒരു ക്രേവിങ്ങും ദൈവത്തിന് നീതി ആ ഒരു വിശേഷ വസ്ത്രത്തെ എംബ്രേസ് ചെയ്യാനുള്ള ക്രേവിങ്ങും അകത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവര് ഒരുങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. അവരങ്ങനെ ആയിരിക്കും പൗലോസ് പറയുന്നത്. ഈ മാനപാത്രം എപ്പോഴും എന്തായിരിക്കും? നല്ല വേലയ്ക്ക് വെക്കുകയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. അവരായിരിക്കണമെന്നല്ല പറയുന്നത്. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവരുടെ പെർസുവേഷൻ അങ്ങനെ, അവരുടെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവ് അങ്ങനെയാണ്. അവരുടെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവ്, കർത്താവ് ആ പ്രവൃത്തി തികയ്ക്കും, ശരിയാണ്. പക്ഷെങ്കിൽ ദൈവം ആ പ്രവൃത്തി തികയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? അങ്ങനെ ഒരു ആത്മാവിനെയാണ് അവരുടെ അകത്ത് സൃഷ്ടിച്ചേക്കുന്നത്. അനീതി വിട്ട ഓടാനുള്ള ഒരു ആത്മാവ്. യേശുവിന്റെ നീതി ഒരു നഗ്നൻ ഒരു വസ്ത്രത്തെ എംബ്രേസ് ചെയ്യുന്ന പോലെ യേശുവിന്റെ നീതി എങ്ങനെയും വേണമെന്നുള്ള ആ ഒരു ഞരക്കത്തിലേക്ക്, ആ ഒരു ക്രേവിംഗിലേക്ക് ഈ വ്യക്തി എപ്പോഴും എംബ്രേസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ രണ്ട് വ്യക്തികളും ഒരു വലിയ വീട്ടിൽ തന്നെ വളരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഒരു മനോഹരമായ പർപ്പസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഒരു മിനിറ്റ്, ഒരാളെ നീട്ടിയാണ്. ഓക്കെ, അപ്പൊ ഒരേ വീട്ടിൽ വെച്ച് തന്നെ എന്താണ് അവർ എന്ന് പറയുന്ന അനീതിയെ എംബ്രേസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ദൈവം അവന്റെ സ്വഭാവത്തെ പണിയിപ്പിക്കുന്ന ദൈവത്തിന്റെ ആൾക്കാരെയും ദൈവം ഒരേ വീട്ടിൽ പണിതെടുക്കുകയാണ്. അപ്പം എനിക്കെതിരെ എന്ത് സംഭവിച്ചാലും എന്താണ്, അത് കർത്താവിന് ഇഷ്ടമാണ്. ദൈവം അനുവദിച്ചിട്ടാണ് അങ്ങനെ ഒരു ഹീനപാത്രം അവിടെ ഉപയോഗിക്കപ്പെടുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പരാതി ഉള്ളവരായി മാറരുത്. എനിക്ക് ദൈവത്തിന്റെ നീതി എംബ്രേസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ട് ദൈവം വെച്ചിരിക്കുന്നത് കൊണ്ട് അതിന് ഒഴിഞ്ഞു പോകരുത്. നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നത്. പക്ഷെങ്കിൽ യഥാർത്ഥ പാത്രം എന്താണ്? ആ ഒരു ചാൻസിന് യേശുവിന്റെ നീതി വെളിപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുങ്ങിയിരിക്കുന്ന പാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അതിനെ പെറുപിറുത്തിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയാണല്ലോ എനിക്ക് ഭർത്താവായി തന്നത്, അല്ല ഇങ്ങനെ ഒരു മാനേജർ ആണല്ലോ എനിക്ക് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെ സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന സ്വഭാവം എന്താണ്? ഈ ഓപ്പോസിറ്റ് സിറ്റുവേഷനിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിനെയാണ് ദൈവം എൻ്റെ അടുത്ത് തന്നിരിക്കുന്നെങ്കിൽ ആ ജീവൻ എന്നെ വെളിപ്പെടാനുള്ള ഒരു ഒരുങ്ങിയിരിക്കുന്ന പാത്രം പോലെ നമ്മൾ നിന്നു കൊടുക്കുക ചെയ്യുന്നത്. കർത്താവെ, അങ്ങയുടെ നീതി എന്റെ അകത്ത് വെളിപ്പെടുന്നത്. ഓക്കെ, വീണ്ടും പറയുകയാണ്, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. വീണ്ടും പറയുകയാണ്, വിട്ടോടേണ്ട ഒരു മേഖല യൗവന മോഹങ്ങൾ. അനീതിയെ വിട്ടോടേണ്ട ഒരു സമയത്ത് നിന്നും അതുപോലെ തന്നെ യൗവന മോഹങ്ങളെ വിട്ടോടേണ്ട. അപ്പം പലതിൽ നിന്നും വിട്ടോടിയിട്ട് മറ്റു കാര്യങ്ങളെ എംബ്രേസ് ചെയ്യണം. അനീതിയെ വിട്ടോടിയിട്ട് നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു സ്വഭാവത്തെ എംബ്രേസ് ചെയ്യുക. ഇവിടെ പറയുകയാണ് യൗവന മോഹങ്ങളെ വിട്ടോടിയിട്ട്. അപ്പൊ വീണ്ടും ഞാൻ പറയുകയാണ്, രണ്ടാം അധ്യായത്തിന് 1-ാം വാക്യമാണ് ഇതിന്റെയൊക്കെ റൂട്ട്. അപ്പൊ ദൈവകൃപയിൽ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അകത്ത് ക്രേവിംഗ് എന്തായിരിക്കും? യൗവന മോഹങ്ങളെ വിട്ടോടാനുള്ള ബലമായിരിക്കും. ഇവിടെ ഇന്നലെ പറഞ്ഞ പോലെ ഇതില് പ്രത്യേകിച്ച് യൗവന മോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവകൃപ എന്ന് പറയുന്നത് വിട്ടോടാനുള്ള ശക്തിയാണ്. ഒരിക്കലും ദൈവകൃപയെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കരുത്. നമ്മുടെ അകത്തുള്ള ക്രേവിങ്ങിനെ നമ്മൾ ഫോളോ ചെയ്യണം. സ്തോത്രം. എന്താണെന്ന് നമ്മൾ എംബ്രേസ് ചെയ്യേണ്ടത്? നീതി, വിശ്വാസം, സ്നേഹവും പിന്നെ ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആഗ്രഹിക്കുക. അപ്പൊ അനീതിയെ വിട്ടോടുന്നവൻ, യൗവനമോഹങ്ങളെ വിട്ടോടുന്നവൻ എന്തിലേക്കാണ് ഓടുന്നത്? ആരുടെ നീതിയിലേക്ക് ഓടുന്നത്? യേശുവിന്റെ നീതിയിലേക്ക്. ഇനി യേശുവിന്റെ നീതിയിലേക്ക് ഓടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവൻ എങ്ങനെയാണ് അത് എംബ്രേസ് ചെയ്യുന്നത്? വിശ്വാസത്തിലൂടെ. അപ്പം നീതി, വിശ്വാസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു പിണഞ്ഞു കിടക്കുന്ന ഒരു സംഭവം. നമ്മുടെ DNA സ്ട്രക്ചർ പോലെ റോമലേഖനം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്താൽ ആണ് നീതി ലഭിക്കുന്നത്. ഇനി നീതി എന്ത് ചെയ്യുന്നു? അതും വിശ്വാസം ഉളവാക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്റെ അകത്ത് വിശ്വാസം ഉളവാക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തേ? അവന്റെ നീതിയെ പ്രസിദ്ധമാക്കി. അവന്റെ നീതി എനിക്ക് മുമ്പിൽ റിവീൽ ചെയ്തു. അപ്പൊ എന്റെ അകത്ത് വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസം ഞാൻ എക്സസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? ദൈവത്തിന്റെ നീതി കിട്ടുകയും. അപ്പൊ നീതി എന്റെ അകത്ത് വിശ്വാസം ഉണ്ടാക്കുകയും വിശ്വാസം എനിക്ക് നീതിയെ തരികയും ചെയ്തു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒരു പിണഞ്ഞു കിടക്കുന്നത് പോലെയാണ് ദൈവം ഈ ക്രിസ്ത്യൻ ലൈഫിന്റെ ഓട്ടത്തെ വെച്ചിരിക്കുന്നത്. അപ്പം യൗവന മോഹങ്ങളുടെ പുറകെ ഓടുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ അകത്ത് അവന്റെ അകത്ത് അതിനുവേണ്ടി ഒരു ക്രേവിംഗ് ഉണ്ട്. അവനെ ആരും അതിനുവേണ്ടി നിർബന്ധിക്കണ്ട. കാരണം അവന്റെ സൃഷ്ടി അങ്ങനെയാണ്. പക്ഷെങ്കിൽ നമ്മുടെ സൃഷ്ടി എങ്ങനെയാണ്?
കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് പറയുന്ന അവരുടെ മുദ്ര എന്താണ്? അവരുടെ സൃഷ്ടി എന്താണ്? ഇതിനെയൊക്കെ വിട്ടോടിയിട്ട് യേശുവിന്റെ നീതിക്ക് വേണ്ടി ഓടാനുള്ള ഒരു വിശ്വാസം അവരുടെ അകത്ത് ദൈവം പണിതിരിക്കുകയാണ്. സ്തോത്രം. അപ്പം ആ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ, യേശുവിന്റെ നീതി കാണുമ്പോൾ അവരുടെ അകത്ത് ഭയങ്കര ഒരു പെർസുവേഷൻ ഉണ്ടാവും. എനിക്ക് എങ്ങനെ ഇത് പ്രാപിക്കണം, അല്ലെ? പക്ഷെ മനുഷ്യന്റെ നീതി കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ഗാന്ധിജിയുടെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് ഇങ്ങനെ ഒന്ന് ജീവിക്കണമെന്ന് തോന്നും. പക്ഷെ അങ്ങനെ എത്ര അനേക മനുഷ്യ മഹാന്മാരുടെ ലോകത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് കർത്താവ് തന്റെ നീതിയായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിയത്. കർത്താവിന്റെ നീതിയെപ്പറ്റി നമ്മൾ വചനത്തോട് വായിച്ചു കഴിയുമ്പോൾ, എന്റെ പൊന്നെ, ഇത് കായൽ നീന്തി കടന്ന ഒരു വ്യക്തി അറബികളുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ ഇരിക്കും. പല മനുഷ്യരുടെ നീതിയെ ബുക്ക് വായിച്ചിട്ട് അതൊക്കെ തന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത വ്യക്തി അറബികളുടെ മുമ്പിൽ നിസ്സഹായം നിൽക്കുന്ന പോലെയാണ് യേശുവിടെ നീതിയുടെ മുമ്പിൽ ഒരു വ്യക്തി നിന്ന് കഴിയും. എന്റെ പൊന്നെ, ഇത് നീന്തി കടന്ന, എന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നേ? ആ നീതിയെ നീന്തി കടന്ന വ്യക്തിയായിട്ട് ജയിച്ചവനെ നിൽക്കുക. എന്നിട്ട് പറയണം, എന്റെ തോളിലോട്ട് കയറിച്ചോളാൻ, അല്ലെ? ഇത് എന്റെ തോളിലോട്ട് പിടിച്ചോ, ഞാൻ മാത്രമേ ഇത് നീന്തി കടന്നിട്ടുള്ളൂ, എനിക്ക് മാത്രമേ ഇത് നീന്തി കടക്കാൻ കഴിയത്തുള്ളൂ, എന്നാൽ നിന്നെ ഞാൻ അവിടെ നീന്തി എത്തിക്കുക എന്നുള്ള ഒരു പൊസിഷനിലേക്ക് കടത്തു കൊണ്ടുവരുന്നത്. അപ്പൊ എന്റെ അകത്ത് എന്താണ് ഉണ്ടായത്? കർത്താവ് നീതി കണ്ടപ്പോ എന്റെ അകത്ത് എന്താണ് ഉണ്ടായത്? എനിക്ക് വേണ്ടി തോളെ കയറാമല്ലോ എന്നുള്ള വിശ്വാസം, അല്ലെ? എങ്ങനെയാ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങി നോക്കാൻ അതിൽ അറബികളിലേക്ക് ഇറങ്ങി നോക്കൂ? ഇല്ല. ഒരു മനുഷ്യനും എത്തിപ്പെടാൻ കഴിയാത്ത, അല്ലെ, എത്തിപ്പെടാൻ കഴിയാത്ത, ഇപ്പൊ നമുക്ക് ഓടാൻ കഴിയും, ചാടാൻ കഴിയും, പക്ഷെ ഒരു ഫ്ലൈറ്റ് പറക്കുന്ന പോലെ നമുക്ക് റൺവേ കൂടെ ഓടിയാൽ നമ്മൾ പറക്കും? ഇല്ല. അപ്പൊ പൈലറ്റ് പറയുകയാണ്, അതിന് തക്കവണ്ണമായിട്ടുള്ളൊരു എഞ്ചിൻ സംഘടിപ്പിച്ച ഒരു എയറോപ്ലെയിൻ ഉണ്ട്, നീ ഇതിന്റെ അകത്ത് കയറിക്കോ. പൈലറ്റ് പറയുന്ന ആ വിശ്വാസം, ആ പൈലറ്റിനെ വിശ്വസിക്കുന്ന വിശ്വാസം, അല്ലെ? എന്റേതല്ലാത്തൊരു എഞ്ചിൻ എന്നെ അപ്പുറത്തെത്തിക്കുന്ന ഒരു എഞ്ചിൻ ഇതിന്റെ അകത്തുണ്ട്, അല്ലെ? അപ്പം യേശുക്രിസ്തുവിന്റെ നീതി വെളിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ആ നീതിയെ എന്നിൽ പ്രാവർത്തികമാക്കാനുള്ള ആത്മാവിന്റെ ശക്തി, ദൈവകൃപയാൽ ശക്തിപ്പെടുക എന്ന് പറയുന്ന ആ ആത്മാവിന്റെ ശക്തി എന്റെ മുഖത്ത് ദൈവം, എന്റെ മുമ്പിൽ ദൈവം പ്രദർശിപ്പിക്കും. അത് എന്നിൽ എന്തുണ്ടാക്കും? വിശ്വാസം ഉളവാക്കും, അല്ലെ? ഈ ട്രസ്റ്റ് ചെയ്യാനുള്ള വിശ്വാസം ഉളവാക്കും. ഇത് കർത്താവിനെ കൊണ്ട് കഴിയും. അത് ഈ കർത്താവിന് എന്നിലും ഇത് തികയ്ക്കാൻ കഴിയും. ഇത് കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നതോടൊപ്പം തന്നെ ഇത് കർത്താവിന് എന്നിലും ഇത് തികയ്ക്കാൻ കഴിയുമെന്നുള്ള ആ എഞ്ചിൻ പവർ ഞാൻ കാണുമ്പോൾ എന്ത് ചെയ്യാം? ഞാൻ റൺവേയിൽ ഞാൻ എന്റെ ബലം പിടിച്ച് ഓടുവോ? ഇല്ല. ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ആ ടിക്കറ്റ് എടുത്ത് ആ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുന്ന പോലെ, ആ എഞ്ചിനോടുള്ള വിശ്വാസത്തിൽ കയറി ഇരിക്കുന്ന പോലെ സ്വസ്ഥമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടും. അപ്പൊ യേശുയുടെ നീതി കണ്ടു കഴിഞ്ഞാൽ ഏത് വ്യക്തിയുടെ അകത്തും വിശ്വാസം ഉളവാകും. ഇങ്ങനെ ഈ വിശ്വാസം ഉളവാകുന്ന വ്യക്തി, അകത്തിരിക്കുന്ന വ്യക്തിയെ അവന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പൈലറ്റ് നോക്കത്തില്ല, അവൻ എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് പൈലറ്റ് നോക്കുന്നത്, അവൻ നിറം നോക്കത്തില്ല. ഏതൊക്കെ വ്യക്തി ആ സീറ്റിൽ കയറിയിരുന്നോ അവനെ മുഴുവൻ അക്കരയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ് പൈലറ്റിന്റെ ഡ്യൂട്ടി, അല്ലെ? ആണ് യോഹന്നാൻ 6:39-40 പറഞ്ഞത്. പിതാവിന്റെ കയ്യിൽ തന്നിട്ടുള്ള എല്ലാവരെയും അപ്പുറത്തെ ലാൻഡിങ് ചെയ്തിട്ട് ഒടുക്കത്തെ നാളിൽ ഉയർത്തി എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് പിതാവ് എന്നോട് കൽപ്പിച്ചു. അപ്പൊ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഏത് വിമാന കമ്പനി ആയാലും, അല്ലെ, ആ വിമാന കമ്പനിയുടെ ഓർഡർ എന്താണ്? ഈ പൈലറ്റിനോട് ഇവിടെ ടിക്കറ്റ് എടുത്ത് എല്ലാവരെയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള ഒന്നും നോക്കണ്ട, ഇവരെ എല്ലാവരെയും ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചോണം. ഇത്രേ ഉള്ളൂ. ഇതാണ് പുത്രൻ പിതാവിനോട് ചെയ്ത കവനന്റ്. അതാണ് പുത്രൻ ഈ കവനന്റ് ഏറ്റെടുക്കുക. പിതാവ് എന്റെ കയ്യിൽ തന്നിട്ടുള്ള, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, ഇവരെ മുഴുവൻ കർത്താവ് അറിയുക ചെയ്യുന്നത്. എന്ത് ചെയ്യാണ്? എന്നിട്ട് അവരെ മുഴുവൻ കൈവഴിച്ചിട്ട് പറയുകയാണ്, ഇവരെങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും, പൗലോസ് പറയുന്ന പോലെ ആ പാപികൾ ഒന്നാമനായ വ്യക്തിയാണെങ്കിൽ പോലും അവനെ പിടിച്ച് അക്കരെ എത്തിക്കും. ഇതാണ് കർത്താവിന്റെ കരത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ കാര്യത്തെ പെർസ്യൂഡ് ചെയ്യുക. ഇപ്പൊ യൗവനമോഹങ്ങളെ വിട്ട് ഒഴിയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വലിയൊരു സ്വപ്നം എന്താണ്? കർത്താവ് എന്റെ അകത്ത് ഈ നീതി നിർവഹിക്കും എന്നുള്ള സ്വപ്നമാണ്. സ്തോത്രം. അപ്പൊ യൗവനമോഹങ്ങളെ വിട്ട് ഓടണമെങ്കിൽ ഇതൊരു സ്വപ്നമായിട്ട് അകത്ത് കിടക്കണം. ഒരു സ്വീറ്റ് സ്വപ്നമായിട്ട്, അല്ലെ, ഒരു സ്വീറ്റ് പ്രത്യാശയായിട്ട്, ഒരു സ്വീറ്റ് ഹോപ്പായിട്ട് ഇത് അകത്ത് കിടക്കണം. യൗവനമോഹങ്ങളെ വിട്ടുകൊടുക്കുന്നത് ഞാൻ റിഗ്രറ്റോടു കൂടെ അല്ല, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാപിക്കാനുള്ളതിനെ നോക്കിയുള്ള സ്വീറ്റ് ഹോപ്പ്. അതെന്നെ എന്ത് ചെയ്യണം? ഇതിനെ പെർസ്യൂഡ് ചെയ്യാനുള്ള ഒരു പുഷ് എന്റെ അകത്ത് സംഭവിക്കാൻ ചെയ്യുന്നത്. സ്തോത്രം. ഇതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? സ്നേഹം. അപ്പം നീതി വഴി വിശ്വാസം വഴി, വിശ്വാസവും നീതിയും വഴി ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? സ്നേഹമാണ്. സ്തോത്രം. തിമോഥെയോസ് 1:1 നമ്മൾ അതാ കാണട്ടെ. ഈ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയുടെ ആ ഉദ്ദേശം അനുസരിച്ച് ആജ്ഞാപിക്കാൻ പറഞ്ഞിട്ട് എന്താണ്? ഇതിന്റെ എല്ലാത്തിനും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ഇവയാൾ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പം നമ്മുടെ സ്വീറ്റ് ഹോപ്പ് എന്താണ്? യേശു ക്രിസ്തുവിന്റെ ആ ഒരു സ്വഭാവം, ആ സ്നേഹത്തിലേക്ക് നമ്മൾ എത്തുവാനിടയത്തിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ലവ്, ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ പ്രതിരൂപം
നമുക്കും ലഭിക്കുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പൊ നമ്മൾ പ്രൊസീഡേണ്ട കാര്യം എന്താണ്? ആ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നമ്മൾ ഒരിക്കലും എത്തപ്പെടത്തില്ല. കാരണം മനുഷ്യന്റെ കേപ്പബിലിറ്റി ഉള്ള ഒരു കാര്യമല്ല സ്നേഹം. മനുഷ്യൻ അവന്റെ ഭാഷയെ സ്നേഹം എന്നൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും അതൊന്നും ഒരു സ്നേഹമല്ല. പക്ഷെങ്കിൽ ദൈവത്തിന് മാത്രം പറയാൻ കഴിയുന്ന ഒരു ക്യാരക്ടറാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിന് മാത്രം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ദൈവമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്തെ തന്നെ പ്രാപിക്കത്തക്ക വണ്ണം എന്ത് ചെയ്യാണ്? ഈ നീതിയുടെ പുറകെ, വിശ്വാസത്തിന് പുറകെ നമ്മൾ അതിനെ അന്വേഷിക്കുകയാണ്. അവസാന കാര്യം, ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. അപ്പം ഞാനും എന്റെ ബലഹീനതയിൽ നിന്നുകൊണ്ട് കർത്താവിനോട് ഈ നീതിയെയും വിശ്വാസത്തെ അപേക്ഷിക്കുക. അപ്പം മോളിയാന്റി അപ്പുറത്തിരുന്നുകൊണ്ട് ഇതേ ബലഹീനത ഇരുന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ആ നീതിയെയും വിശ്വാസത്തെ അപേക്ഷിക്കുക ചെയ്യും. അപ്പൊ ഞാൻ മോളിയാന്റിയിൽ ചിലര്, അല്ലെങ്കിൽ മോളിയാന്റി എന്നിൽ, അല്ലെങ്കിൽ ശശിബ്രദർ എന്നിൽ ചില കുറവുകൾ കാണുകയും അപ്പൊ എന്നോട് എതിർത്ത് നിൽക്കുവോ? ഇല്ല. അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഞാൻ എങ്ങനെ ദൈവത്തോട്, അല്ലെ, കർത്താവിനോട് നിലവിളിച്ച് ഈ നീതിയെ പ്രാപിക്കുന്നുവോ അതുപോലെ തന്നെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും എനിക്കൊരു സമാധാനമുണ്ട്. കാരണം എനിക്കറിയാം അദ്ദേഹത്തിനും കർത്താവിന്റെ നീതി ഉണ്ടെങ്കിലേ, ശശി ബ്രദർക്കും കർത്താവിന്റെ നീതി ഉണ്ടെങ്കിലേ ഈ സ്നേഹത്തിൽ എത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇപ്പോഴേ ഞാൻ എന്ത് ചെയ്യണ്ട? ആ സ്നേഹത്തിന് വേണ്ടി അദ്ദേഹത്തോട് ഡിമാൻഡ് ചെയ്യാനോ, ആ സ്നേഹം കാണിച്ചില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പിണങ്ങിയിരിക്കാനോ പാടില്ല. അദ്ദേഹത്തോട് എന്ത് ചെയ്യണം? സമാധാനം ആചരിക്കണം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ശശി ബ്രദർ വന്നില്ലെങ്കിൽ, അല്ലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്നോട് സമാധാനം ആചരിക്കുക. കാരണം ഞാനും ദൈവത്തെയാണ്, ഈ കർത്താവിന്റെ നീതിയാണ് വിളിച്ചപേക്ഷിക്കുന്നത് വിശ്വാസത്തിലൂടെ. അവൻ എനിക്ക് തന്നെങ്കിലേ ഉള്ളൂ, അല്ലെ? എന്ന് വെച്ചാൽ നിങ്ങളും വിളിച്ചപേക്ഷിക്കുകയാണ്. അപ്പം ഇങ്ങനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും തമ്മിൽ ഒരു സമാധാനമാണ്. നമ്മുടെ സഹോദരന്മാർ ആര് പറഞ്ഞ പോലെ ഈ ലൂസേഴ്സിന്റെ ഒരു കൂട്ടായ്മ നമ്മൾ, അല്ലെ, തോറ്റവരുടെ കൂട്ടായ്മ എന്ന് വെച്ചാൽ മനുഷ്യമായി സാധിക്കാത്ത, അല്ലെ, ചിന്തകളിൽ മേൽ കർത്താവിന്റെ നീതിയെ കണ്ടിട്ട് ആര് പ്രത്യാശയോടെ ഇറങ്ങി വന്നവരെ നമ്മളെല്ലാവരും. അപ്പൊ നമുക്ക് തമ്മിൽ ഒരു സമാധാനവും സന്തോഷവും അല്ലെ നമ്മുടെ കൂട്ടായ്മയിൽ. കാരണം നമ്മുടെ ഡിമാൻഡ്, നമ്മുടെ മാനദണ്ഡം ക്രിസ്തുവാകുന്ന നീതിയാണ്. അപ്പൊ നമുക്ക് തമ്മിൽ ഒരു സമാധാനം ഉണ്ടാകും. അപ്പൊ നമുക്ക് തമ്മിലൊരു വേറൊരു വ്യക്തിയിൽ കുറവ് കണ്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അവനെ വിധിക്കാൻ നമുക്ക് തോന്നത്തില്ല. കാരണം എനിക്കറിയാം അവനും കർത്താവിന്റെ ബലം കിട്ടിയാൽ, അവനും കർത്താവിന്റെ നീതി കിട്ടിയാലേ അവന് നിലനിൽക്കാൻ കഴിയുള്ളൂ. അവന് ഈ വിശ്വാസത്തിന്റെ പേരിലാണ് നിൽക്കുന്നത്. അവർക്ക് തമ്മിൽ സമാധാനം. നോക്കിയേ, കർത്താവിനെ മുദ്ര പ്രാപിച്ചവരുടെ പെർസ്യൂഷൻ ഏതിലൊക്കെയാണ്? ഇങ്ങനെയുള്ള നീതിയിലേക്കും വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും ആ ഒരു സമാധാനത്തിലേക്കുമാണ്. സ്തോത്രം. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നതെന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. അത് വിശദീകരിക്കേണ്ട കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലിയർ ആയിട്ടുള്ള വാക്യം അല്ലെ? തർക്കങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും ശണ്ട ഉളവാക്കുന്നുണ്ട്. അത് ഒഴിഞ്ഞിരിക്കുക. അത് ബൗണ്ടറി വിട്ടു പോവുക. ആ ദൈവത്തിന്റെ ട്രാക്ക് വിട്ടു പോവുക. വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കുള്ള പണിയല്ലത്. ദൈവഭക്തിക്ക് അനുസാരമായിട്ടുള്ള പണിയല്ലത്. പത്യോപദേശത്തിൽ വിപരീതമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ശണ്ടകൾ ഒഴിഞ്ഞിരിക്കാൻ ഒരു ഇടയൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ശണ്ടയ്ക്കുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നതിനുമായി അത്രേ ഇരിക്കേണ്ടത്. അപ്പം ഈ ഒരു ശുശ്രൂഷയുടെ നടുവിൽ എന്തെല്ലാം പാത്രങ്ങളെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരും? കർത്താവിനെ ജെനുവിൻ ഹാർട്ടോടെ വിളിച്ചപേക്ഷിക്കുന്ന ആൾക്കാരെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഹീനപാത്രങ്ങളായി ഉപയോഗിക്കപ്പെടുന്ന ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സഭയ്ക്ക് വെളിയിൽ എന്നെ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങലയ്ക്ക് ബന്ധിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലാം കർത്താവിന്റെ ആജ്ഞ എന്താണ്? ഇവരോടെല്ലാം ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. അവരിൽ നിന്ന് വരുന്ന ദോഷത്തെ സഹിക്കുക, അതോടൊപ്പം തന്നെ ശാന്തനായിരിക്കുക, അതോടൊപ്പം തന്നെ മിണ്ടാതിരിക്കുക എന്നല്ല, ഉപദേശത്തെ സ്ഥാപിക്കുക. സൗമ്യതയുടെ ആത്മാവിൽ ഉപദേശത്തെ സ്ഥാപിക്കുക. എന്നിട്ട് ശണ്ടയിടാൻ പോകരുത്, ഉപദേശിക്കുക. ബാക്കി പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അഹം വിടുക. ശണ്ടയിടേണ്ട സ്വഭാവത്തിലേക്ക് വന്നിരിക്കും. ദൈവസഭയ്ക്ക് അങ്ങനത്തെ ശീലമില്ല, തർക്കത്തിന്റെ ശീലമില്ല. ആ വ്യക്തിക്ക് നമ്മളൊരു തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു വിത്തോടെ ഉണ്ടാകത്തില്ല. വിശ്വാസമാണ് അവന്റെ ഉള്ളിൽ വിശ്വാസം ഉളവാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണെങ്കിൽ എനിക്ക് അവനെ ശണ്ടയിടാൻ തോന്നത്തില്ല. കാരണം എന്റെ അകത്ത് വിശ്വാസം ദൈവം ഉളവാക്കിയത്, ഇത്ര ആയിട്ടുള്ള എന്റെ അകത്ത് ദൈവം വിശ്വാസം ഉളവാക്കിയത് എത്ര ക്ഷമയോടും എത്ര സ്നേഹത്തോടും എത്ര ശാന്തതയോടുമാണ്. അപ്പം അവനെ പോലൊരു ഭാവിയെയും ദൈവത്തിന് വിശ്വാസം ഉളവാക്കണമെങ്കിൽ അവനോട് ശണ്ടയിടാൻ എനിക്ക് തോന്നത്തില്ല. കാരണം എന്നെ ദൈവം എങ്ങനെ വീണ്ടെടുത്ത് ഓർത്തു കഴിയുമ്പം സഹവിശ്വാസികളോടും ആ ഒരു ശാന്തമായിട്ട് ഇടപെടാനുള്ള ഒരു സ്വഭാവം നമുക്ക് ദൈവം തരിക ചെയ്യുന്നു. ഇനി അങ്ങനെയുള്ള വിരോധികൾക്ക് നമ്മൾ പെർസ്യൂഡ് ചെയ്ത് മാനസാന്തരം കൊടുക്കണോ? നമ്മൾ തർക്കം ഇട്ടതുകൊണ്ട് അവർ മാനസാന്തരപ്പെടുമോ? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച്, അവർ എന്ന പദം ശ്രദ്ധിച്ചോ, അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ദൈവത്തിലെ പ്രത്യാശ,
നമ്മളെ ഏൽപ്പിച്ചിരുന്ന കാര്യം എന്താണ്? ശാന്തരായിരിക്കുക, അവരെ ഉപദേശിക്കുക, അവരിൽ നിന്ന് ദോഷം വന്നാൽ അത് സഹിക്കുക. ദൈവകൃപയിൽ ശക്തിപ്പെട്ട അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ ചണ്ടയിടേണ്ട സിറ്റുവേഷൻ വന്നാൽ പോലും എന്ത് ചെയ്യുക? അവന്റെ അകത്ത് ഉണ്ടാകേണ്ടത് വിശ്വാസമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ, അവനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടെ, ഒരു പക്ഷേ കർത്താവിനെ വിളിക്കപ്പെട്ടവനാണെങ്കിൽ ഇവന് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ മാനസാന്തരം കൊടുക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ എന്ത് ചെയ്യുക? അവസാനത്തോളം എന്ത് ചെയ്യുക? അവനെ ഉപദേശിക്കുക, ശാന്തമായിട്ട് ഉപദേശിക്കുക. അവൻ ഒരു പക്ഷെങ്കിൽ കർത്താവ് മാനസാന്തരം കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? അവന്റെ കണ്ണു തുറക്കും, അവൻ സ്വബോധം പ്രാപിച്ച് മടങ്ങി വരും. ഇപ്പോൾ അവൻ ചെയ്യുന്നത് അന്ധമായിട്ടാണ്. ഒരു അന്ധം വന്നിട്ട് നമ്മളോട് തർക്കിക്കുകയാണ്, ഇങ്ങനൊരു കാര്യമില്ല എന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന നമുക്ക് അവനോട് സഹതാപമല്ല തോന്നി. നമ്മൾ എന്ത് ചെയ്യും? അവനോട് വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുവോ? നമുക്ക് അവനോട് ശാന്തമായിട്ട് ഇടപെടാൻ, അവന്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവ് ഇവന്റെ കണ്ണ് തുറന്നിട്ടില്ലാത്തത് കൊണ്ടാണല്ലോ ഇവനിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ, ഇവന് സ്വബോധമില്ല എന്നുള്ള ബോധ്യത്തോടു കൂടെ, അതുകൊണ്ടാണല്ലോ ഇവന് അങ്ങനെ സംസാരിക്കുന്നത്. ഒരു കാലത്ത് ഞാനും ഇങ്ങനെയായിരുന്നല്ലോ, എനിക്കും ദൈവം തുറന്നു തന്നുകൊണ്ടല്ലേ എനിക്ക് വെളിപ്പെട്ടത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ നമുക്ക് ശാന്തതയോടുകൂടി അവനെ ഉപദേശിക്കാൻ കഴിയും. ഓക്കെ. അതേസമയം തന്നെ മറ്റൊരു വാക്യത്തിന്റെ ഗലാഷ്യൻസ് 6:1 പറയുന്ന പോലെ നമ്മൾ അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളാൻ പറയുന്നുണ്ട്. കാരണം അവർക്ക് നമ്മളെ പ്രൊസീഡ് ചെയ്യാനുള്ള സ്പെഷ്യൽ സ്കിൽസ് ഉള്ളത് കൊണ്ട് അവരുടെ ചില സ്വഭാവങ്ങൾ വഴി, പ്രത്യേകിച്ച് നമ്മളോടുള്ള കരുണയോ പ്രത്യേകിച്ച് കെയറുകളോ നമുക്ക് തരുന്ന ഓഫറുകളോ ഒക്കെ വഴി നമ്മളെ പ്രൊസീഡ് ചെയ്യാനുള്ള കഴിവുകൾ അവർക്കുള്ളത് കൊണ്ട് നീയും അങ്ങനെ ഒരു അവന്റെ പരീക്ഷയിൽ അകപ്പെടാതിരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? ഉപദേശത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് അവനെ നേടിയെടുക്കാനുള്ള കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് തീയിൽ കിടക്കുന്നവരെ പോലും വലിച്ചെടുക്കാനുള്ള ശുശ്രൂഷ നമ്മുടെ ഉണ്ട്. അപ്പോൾ തന്നെ അവനുള്ള പാപത്തെ വെറുക്കുക, നീയും പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ അവസാനത്തെ വാക്യത്തിൽ, യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിലും അവസാനത്തെ വാക്യത്തിലും ഇങ്ങനെ ഭാഗം പറയുന്നുണ്ട്. അവരെ അങ്ങനെ രക്ഷിക്കുന്നവർ അവരുടെ പാപത്തെ ബഹുത്വത്തെ മറക്കുകയും അവരെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, നിങ്ങൾ ഒരു സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യുന്ന അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അവൻ വീണ്ടും അധികം പാപം ചെയ്യാതിരിക്കത്തക്ക വണ്ണം എന്ത് ചെയ്യും? അത് വീണ്ടും ദോഷമായി തീരാത്തക്ക വണ്ണം അവനെ സുബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അവനെ ഉപയോഗിക്കുന്ന ഇടയത്തിലും. ദൈവത്തിനാണ് പ്രത്യാശ, നമുക്ക് പ്രത്യാശയില്ല. നമ്മുടെ വാക്ക് കേട്ടുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടുന്ന വിഷയം. നമ്മുടെ വാക്കിന്റെ അകത്ത് ദൈവവചനം ഉള്ളതുകൊണ്ട് ദൈവം ആ വചനത്തിലൂടെ അവർക്ക് മാനസാന്തരം നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്തോത്രം. അപ്പൊ ഈ 2-ാം അധ്യായം കഴിയുവാനിടയെ തീർന്നു. 3-ാം അധ്യായത്തിലെ അടുത്ത ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇതിനകത്ത് മറ്റുള്ളവർ കൂടെ വിശേഷ സഹോദരന്മാർക്ക് ആഡ് ചെയ്യാനുള്ളവർക്ക് ആഡ് ചെയ്യാം. സ്തോത്രം. ഓരോ വ്യക്തിയും ഇതിനകത്ത് സംസാരിച്ചു കഴിയുമ്പോൾ പുതിയ പുതിയ വാതിലുകൾ തുറന്നു തന്നെ. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ വാക്യത്തിൽ ആദ്യഫലം, അധ്വാനിക്കുന്ന കൃഷിക്കാരനാണല്ലോ ആദ്യഫലം അനുഭവിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു പോയ ഒരു കാര്യത്തിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ശശിവ്രത പറഞ്ഞപ്പോൾ എനിക്ക് പുതിയൊരു കാര്യം അതിനകത്ത് കിട്ടുവാനായത്. ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ഓരോ വ്യക്തിയിലൂടെയും സംസാരിക്കപ്പെടുമ്പോൾ അത് മൾട്ടി ഡയമെൻഷണൽ വിസ്ഡമായിട്ട് വെളിപ്പെടും. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം സഹോദരന്മാര് അതിന്റെ അകത്ത് സമയങ്ങൾ വിനിയോഗിക്കുക. സ്തോത്രം. ലഭിച്ചിരിക്കുന്ന താനെല്ലാം പഠിച്ചു കഴിഞ്ഞ അപ്പം മാർക്ക് കിട്ടണം, അതാണ്. ബിബിൻ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ജെയിംസ് ചാപ്റ്റർ 5 അത് കോട്ട് ചെയ്തോണ്ടാട്ടോ ഞാൻ ചോദിക്കുന്നത്. 5:20 ഇതിനകത്ത് പറഞ്ഞു, let him know that whoever brings back the sinner from his wandering will save his soul from death and will cover a multitude of sin. അപ്പം question is, multitude of sin, ആരുടെ multitude of sin? It's not ours, right? Not ours. അവര് ആ സമയത്ത് യഥാസ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ദോഷത്തിൽ മുതിർന്നു വരും. അല്ലെ? അവരുടെ പാപം പിന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇന്ന് അവൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഒരാഴ്ച കൂടെ ജീവിച്ചിരുന്നാൽ ആ ഒരാഴ്ചത്തെയും കൂടെ പാപങ്ങളുടെ ബഹുത്വം അവൻ വർദ്ധിക്കുകയായിരുന്നു. അപ്പം എത്രത്തോളം നേരത്തെ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ അത്രത്തോളം പാപങ്ങളുടെ ബഹുത്വം കുറയപ്പെടും. അത് ആ വ്യക്തിക്ക് മാത്രമല്ല, ആ പാപങ്ങളുടെ സ്വഭാവം കൊണ്ട് മറ്റു പലരും വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് ആ പാപങ്ങളുടെ ബഹുത്വം പലരെയും നെഗറ്റീവ് ഇമ്പാക്ട് വരുത്തും. പക്ഷെ എത്രയും നേരത്തെ ദൈവന് മാനസാന്തരം കൊടുത്താൽ അത് അത്രയും നല്ലതാണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക?
അവന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവനെ ശാന്തതയോടെ പിന്തുടരുക എന്നാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യം. സ്തോത്രം. ശശിപ്രഭു എന്തോ പറയാമെന്ന്? സ്തോത്രം. പറയാമെന്നല്ല, നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പം ബ്രദർ പറഞ്ഞു പോയപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പുതിയ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു വെമ്പൽ, അത് സ്വാഭാവികമായിട്ടും ഈ ജ്ഞാനം അന്വേഷിക്കുന്നവരുടെ എല്ലാ ഇടയിലുണ്ടത്. അപ്പൊ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ക്രൂശിനെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിട്ടൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ എതിലേക്ക് ഇറങ്ങിയാലും ആ ഒറ്റ കുറ്റിയെ കിടന്ന് ഇറങ്ങുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളെ കേൾക്കുന്നവര്, അവർക്ക് ഈ ജ്ഞാനത്തിന്റെ ആ ഒരു പിടിയിലാകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം ആർജിക്കാനുള്ള വ്യഗ്രതയിൽ പലത് കേൾക്കുകയും, ആ പലത് കേൾക്കുന്നതിൽ നേരത്തെ കേട്ട പോലെ ആ ഡ്രിഫ്റ്റിങ്, ഞാൻ ആ സമയം പോലെ ഇതിൽ കയറിയത്, പക്ഷെ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ആ കടൽ തീരത്ത് നിൽക്കുന്ന ഉപമ എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്തോത്രം, അത് ആ ഡ്രിഫ്റ്റിങ് നമ്മൾ അറിയല്ല, നമ്മളെ അത് വലിച്ചു വലിച്ചു കൊണ്ടുപോവുക ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് എന്താണ് എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എപ്പോഴും ഒരു ബോധ്യം തരാൻ നമുക്ക് എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടാവണം. അതായത് ഈ പത്യവചനത്തിന് വിരുദ്ധമായത് നമ്മൾ കേൾക്കാതിരിക്കുവാനായിട്ടും നമുക്കൊരു കൃപ ആവശ്യമുണ്ട്. നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാനും നമുക്കൊരു കൃപ ആവശ്യമുണ്ട്. അപ്പം നമ്മളെ ഹൃദയസ്ഥമാക്കി, അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള പത്യവചനത്തിനെ തന്നെ ചിന്തിച്ച് ആ ജീവനെ കൂടുതൽ നമ്മൾ പ്രാപിക്കുകയും നമ്മൾ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. കാരണം 1 യോഹന്നാൻ 2:27 പറയുന്നുണ്ട്, ആ അഭിഷേകം നിങ്ങൾ എന്താണ് ഉപദേശിക്കുന്നത്, അത് ഉപദേശിച്ച പോലെ നിങ്ങൾ അവനിൽ വസിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു പരിസ്ഥിതിയിൽ, അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട, ദൈവാത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിൽ വസിക്കുവാനാണ് ആത്മാവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജ്ഞാനം തേടി പോകുമ്പോൾ ഡ്രിഫ്റ്റായി പോകാനും ഇടറിപ്പോകാനും, ശരിയാണല്ലോ ഇതും നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നാനും ഒക്കെ ഒത്തിരി കാരണമുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ വിവേചിച്ചും കിട്ടാൻ ഒരു കൃപ വേണം. വിവേചനപരവും വിവേക ബുദ്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അതൊരു ട്വിൻസാണ്. രണ്ടുപേരോടി ഒരുമിച്ച് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് വിവേകം വന്നു, വിവേചനം ഇല്ല പ്രശ്നം, വിവേചനം വന്നു, വിവേകം ഇല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ അറ്റ് എ ടൈം നമുക്ക് ആ കൃപയിൽ വ്യാപരിച്ചാൽ മാത്രമാണ് നമുക്ക് ഭേദാഭേദങ്ങളെ വിവേചിച്ച് നമുക്ക് ക്രിസ്തുവിന്റെ ജീവനിൽ ധാരാളമായിട്ട് പ്രവേശിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ കേൾക്കുന്നത് എന്തെന്ന് ചിന്തിക്കണം. രണ്ടാമത്, ഇതിന്റെ 22-ാം വചനത്തിലെ ഒരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയപ്പെട്ടത്, ഈ യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും പിന്നെ ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. അപ്പൊ ഇത് വേറെ സ്ഥലത്തും നമ്മളോട് പറയുന്നുണ്ട്, എബ്രായലേഖനത്തിലും പറയുന്നുണ്ട്, സകലരോടും സമാധാനം ആചരിച്ചിട്ട് ശുദ്ധീകരണം പ്രാപിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സമാധാനം ആചരിക്കുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ തന്നെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. കാരണം ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മുടേത് ആയിട്ടുള്ള മാനുഷികമായ സമാധാനം, അത്തിയല വച്ചൊട്ടിക്കുന്ന സമാധാനം, സോഷ്യൽ ചാരിറ്റിന്റെ സമാധാനം അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ സമാധാനം, അതാണ് നമ്മൾ പറയുന്നുണ്ട്. ദൈവരാജ്യത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമാധാനം ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ആ സമാധാനം ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആ സമാധാനം നമ്മളെ എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? ക്രിസ്തുവിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുന്നത്, സമാധാനം ആചരിക്കാൻ പറ്റുന്നത്, വിട്ടുകളയാൻ പറ്റുന്നത്, അവനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ അവന്റെ കുറവുകൾ കണക്കിടാതിരിക്കാൻ പറ്റുന്നത്. അപ്പൊ അത് നമ്മളെ സ്നേഹത്തിന്റെ പാരമ്യത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ ശുദ്ധീകരണം, സകലരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം ആചരിക്കാൻ അവിടെ എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മളോട് പറയുന്ന കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. അപ്പോൾ ഒരുവൻ ദൈവത്തിന്റെ ഒരു ഭക്തനാണ്, അല്ലെ അവന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവനാണെങ്കിൽ ദർ ഈസ് നോ അതർ വേ. അവനുമായിട്ട് ഒരിക്കലും ചണ്ടയിടാനായിട്ട് നമുക്ക് മാർഗമില്ല. ഒന്നിന്റെ പേരിലും വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മധ്യേ ഉള്ളത് ക്രിസ്തുവാണ്. അവനും നമുക്ക് കോമൺ ഫാക്ടർ, അത് ബ്രദർ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ നമ്മളിൽ എല്ലാവരിലും, നമ്മളിൽ ഈ തോറ്റുപോയവരുടെ സംഘം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ തോറ്റുപോയവരുടെ സംഘമല്ല, നമ്മൾ ജയിച്ചു പോയവരുടെ സംഘമാണ്, ജയിച്ചവന്റെ സംഘമാണ് നമ്മൾ. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും തോറ്റുപോയവരല്ല, തോക്കുകയല്ല ചെയ്തത്. ശരിക്കും അവൻ നമ്മളെ ജയിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അവനോടുകൂടെ
നമ്മൾ ആ കിരീടം നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ വേറെ തലം കേട്ടോ. ബ്രദർ പറഞ്ഞ ഇങ്ങേയറ്റാണ് പറഞ്ഞെങ്കിൽ ഞാൻ അതിന്റെ അങ്ങേയറ്റാ പറയുന്നത്. കർത്താവ് ജയിച്ച ജയത്തിന്റെ അവകാശിയായിട്ട് നമ്മളെ ദൈവം വച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ ജയത്തിന്റെ ഘോഷമാണ് നമ്മളിൽ മുഴങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ തോറ്റു പോകേണ്ടവരായിരുന്നു. എപ്പോഴാണ് നമ്മൾ പാപത്തിന്റെ ആ നിത്യ നരകാഗ്നിയിൽ വീണു പോയിരുന്നെങ്കിൽ നമ്മൾ തോറ്റുപോയി, നമ്മൾ നശിച്ചുപോയി. പക്ഷെ ഇന്ന് നമ്മൾ ജയാളിയുടെ ആ ജയത്തിന്റെ പങ്കാളികളാണ്. നമുക്ക് ആ ഹർഷാരവം മുഴക്കിക്കൊണ്ട് നമ്മൾ അവന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ വച്ചിരിക്കുന്നു. സമാധാനം നമ്മളിൽ ആചരിക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മളോട് പറയുന്നുണ്ട്. അതോടുകൂടെ നമ്മളിൽ ആ ശുദ്ധീകരണം നടക്കുകയാണ്. അപ്പോൾ വിട്ടുകളയുന്നതോടുകൂടെ നമ്മൾ ന്യായപ്രമാണത്തിന്റെ ഒരു ആ ന്യായപ്രമാണം നമ്മളിൽ നിവൃത്തീകരിക്കപ്പെടുകയും കൂടി ചെയ്യുന്നത്. നമ്മൾ സഹോദരന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ സമാധാനം ആചരിക്കാൻ നമ്മൾക്ക് പ്രിയങ്കരമായിരുന്ന എന്തിനെയോ നമ്മൾ വിട്ടുകളയുമ്പോഴാണല്ലോ അവനുമായിട്ട് നമ്മൾ സമാധാനം ആചരിക്കുന്നത്. ഐതർ നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് അവനോടൊരു വാദം ഉണ്ടായിരിക്കാം, അല്ലെ അവനോട് നമുക്ക് നമ്മുടെ ഒരു നീതി അവനോട് സ്ഥാപിക്കാൻ ഉണ്ടായിരിക്കാം. അതെല്ലാം നമ്മൾ വിട്ടുകളയുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ അവിടെ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ നാമം അവിടെ മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു പ്രാക്ടീസ് നമ്മളിൽ വരുമ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിലൂടെ നമ്മളെ ആ നീതി നിവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണ്. അതിനാണ് ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം തികയ്ക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യരിൽ നമ്മളോട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ റോമലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പോലെ തന്നെ സ്നേഹിക്കാനാണ് പറയുന്നത്. തന്നെ പോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ വഴക്കില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ലോ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് ആ ന്യായപ്രമാണം നമ്മളിൽ നിവൃത്തീകരിച്ചെടുക്കുന്നതിന്റെ ഒരു പൂർണ്ണമായിട്ടൊരു തലമാണ്. അപ്പൊ നമുക്ക് ആരെയും കളയാനില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതില് ഒരു ചകിണി പോലും കളയാനില്ല. ഇപ്പോഴത്തെ ഈ ഇപ്പൊ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒന്നും കളയാനില്ലാത്ത അവസ്ഥയിലോട്ട് ചക്കയ്ക്ക് ഒത്തിരി സാധനങ്ങൾ പ്രോസസ്സ് ചെയ്യാനായിട്ടുണ്ടല്ലോ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. നമ്മൾ ചുളയെടുക്കുന്നു, കുരു എടുക്കുന്നു, ബാക്കിയെല്ലാം കൂടി നമ്മൾ പശുവിന് ഇട്ട് കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ സകല സാധനങ്ങളും എന്തൊക്കെയോ പ്രോസസ്സ് ചെയ്തിട്ട് 10-26 ഐറ്റങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മളിൽ കൂടുതൽ കൂടുതൽ പരിവർത്തിക്കുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരാളെയും നമുക്ക് തള്ളിക്കളയാനില്ല, ഒന്നിനെ പോലും നമുക്ക് വിട്ടുകളയാനായിട്ടില്ല. പകരം ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ബ്രദർ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഭയിലോ വീട്ടിലോ എല്ലാം വച്ചിരിക്കുന്ന ഒരു എതിരാളി, മീൻസ് നമ്മളെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിനെ അഭ്യസിക്കാനായിട്ട് തന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസിങ് പ്ലേസ് റിയലി. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ വേണ്ടി ശത്രുവിനെ എൻ്റെ ചുറ്റും തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു എക്സർസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽഡ് ദൈവം ഒരുക്കി തന്നിരിക്കുകയാണ്. ഈ എക്സർസൈസ് ചെയ്യാതെ തെളിയുന്നില്ലല്ലോ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ LKG UKG 1ാം ക്ലാസ് പഠിക്കുമ്പോൾ അവരുടെ കൈയക്ഷരം നന്നാകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരെ കൊണ്ട് നമ്മൾ 4 വരി പേജിൽ എഴുതിക്കുന്നു, അത് കഴിഞ്ഞ് 2 വരി പേജ് ആകുന്നു, അതുകൊണ്ട് ഒറ്റ വരിയിൽ എഴുതിക്കുന്നു, അതുകൊണ്ട് പ്ലെയിൻ ബുക്കിൽ എഴുതിക്കുന്നു. ദാറ്റ് ഈസ് മീൻസ് അവർ പ്രാക്ടീസ് വരുംതോറും അവർക്ക് ഈ വരയുടെ ആവശ്യം ഇല്ലാതെയാവുകയാണ്. ഇതുപോലെ തന്നെ ശത്രുവിനെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ ഉരുവാക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് ചുറ്റും നമുക്ക് അനിഷ്ടമായ, നമ്മുടെ ജഡത്തിന് അനിഷ്ടമായിട്ടുള്ള സാഹചര്യങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് ചുറ്റും ഒരുക്കി തരുന്നു. അത് ഓരോരുത്തരുടെ ലെവലിനനുസരിച്ചിട്ട് ആ സാഹചര്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ ക്രിസ്തു ഉരുവാക്കുക എന്നുള്ളത് തന്നെ. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ അവനെ പോലെ ആക്കുക എന്നുള്ളത് തന്നെ. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം ഭയങ്കരമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിന്റെ ആ ഒരു കണക്ഷൻ, എന്താ പറയാ, നമ്മളെപ്പോഴും ഈ ഒരു പാപജടത്തിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഈ പാപത്തിന്റെ ചതിക്കുഴി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ജഡത്തിന്റെ കെണിയിലും നമ്മൾ പോകുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതിനെ ആദ്യം ചിന്തിക്കുന്നത് ജഡത്തിന് പ്രസാദകരമായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്നൊരു എതിർപ്പ് തോന്നുന്നത്. ശരിക്കും അങ്ങനെയല്ല. കർത്താവ് നമുക്ക് ഇത് ഒരുക്കി തന്നിരിക്കുന്നത് നമുക്ക് സകലതും നമുക്ക് ആ ക്രിസ്തുവിനെ പോലെ ആകാനുള്ള റിസോഴ്സുകളാണ് നമ്മുടെ ചുറ്റും അയക്കുന്നത്. ഇത് എപ്പോഴും ഞാൻ പറയുന്ന കേട്ടോ, ഇത് പറയുമ്പോൾ തന്നെ ഇത് നമ്മുടെ പ്രായോഗികമായിട്ട് അവയവങ്ങളിലേക്ക് വരുന്നതിന് ഇടയ്ക്കുള്ള ഒരു പീരീഡ് ഉണ്ട്. അത് ഓരോരുത്തരുടെ വിശുദ്ധീകരണത്തിന്റെ ആ ഒരു തലങ്ങൾക്കനുസരിച്ച് ഇതിന് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ജഡത്തിനെയും ക്രിസ്തുവിന്റെ ക്യാരക്ടറിനും ഇടയ്ക്കുള്ള, അതാണ് നമ്മുടെ കഷ്ടങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കഷ്ടങ്ങളല്ല. അത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ എക്സർസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു തലം ദൈവം നമുക്ക് അനുവദിച്ചു തരുവാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ഈ 3-4 പോയിന്റുകൾ എന്നെ പെട്ടെന്ന് ടച്ച് ചെയ്യുകയുണ്ടായി. ആ ടച്ച് ചെയ്ത പോയിന്റുകൾക്ക് സംസാരിച്ചപ്പോൾ ഒരു എൻലാർജ്മെന്റ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നു. അപ്പൊ ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മൾ ആരെയും ഹീനകാര്യത്തിന്റെ വിധിക്കാൻ പോകണ്ടല്ലേ.
കർത്താവ് അത് അറിയത്തുള്ളൂ ആരൊക്കെയാണ് ഹീനകാരി ഇല്ല, ആരൊക്കെയാണ് ഇന്നത്തെ ആ ഹീനകാര്യം ചെയ്യുന്നവൻ ചിലപ്പോൾ നാളെ അതെ കർത്താവിന്റെ മകൻ തന്നെ ആയിരിക്കാം. അതെ ഇന്നിപ്പോ ഒരു കുഞ്ഞ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നൊരു കുഞ്ഞ് അത് കിടക്കുമ്പോഴത്തേനും അത് ബെഡിൽ മൂത്രം ഒഴിക്കുന്നു അല്ലെങ്കിൽ അപ്പി ഇടുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതൊരു ഹീനകാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനെ ഒരു കുറവായിട്ട് കാണുന്നില്ലല്ലോ. അതിന്റെ മച്യൂരിറ്റി വരുമ്പോഴത്തേനും അതിന് പ്രാക്ടീസ് കിട്ടുമ്പോൾ അത് ടോയ്ലറ്റ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നു. അത് അതെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഗ്രോത്തിന്റെ ഒരു ലെവലാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ളത് എന്താണ്? ഇത്രയും കർത്താവെ, അവനും എന്നെപ്പോലെ തന്നെ ആണ്. ഇന്ന് അവൻ എന്നെപ്പോലെ തന്നെയാണ്. ഞാനും ഇന്നലെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തള്ളിക്കളയാനില്ല, അതെ എനിക്ക് വിധിക്കാനും ഇല്ല. ഇതൊരു ചലഞ്ചിങ് സ്റ്റേജാണിത്. അത് പക്ഷെ അങ്ങനെ ദൈവം എന്തുകൊണ്ട് വച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ വിധിക്കുന്നവരായി മാറിയേനെ. നമ്മൾ ആത്മീയ മിടുക്കന്മാരായതുകൊണ്ട് നമുക്കാണ് വിധിച്ചു തള്ളാൻ ഭയങ്കര മിടുക്കുമാണ്. വിധിച്ചു തള്ളുക മാത്രമല്ല, നമ്മൾ കൊന്നു കുഴിച്ചു മൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു വീഴ്ചയും നമുക്ക് വച്ചിരിക്കുന്നത്. നമ്മളും ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആളുകളെ ചവിട്ടി മെതിച്ചു കളയും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ക്രിസ്തു ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും എല്ലാ ദിവസവും തന്നെ മനസ്സിലാകുന്നില്ലേ? കാരണം എല്ലാ ദിവസവും തന്നെ ഈ ജഡത്തിന്റെ ഒരു ഇടർച്ചയിലേക്ക് നമ്മളെ ഒരു ചെറിയ താഴ്ച നമുക്ക് അനുവദിച്ചു തരാറുണ്ട്. അത് ദൈവത്തിന്റെ കൃപയാണത്. ദൈവം അതുകൊണ്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും അവനിലേക്ക് പുതുക്കിയെടുക്കുന്നത്. അവന്റെ ആവശ്യം നമുക്ക് അവനില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്ന് നമുക്ക് എത്രയോ ബോധ്യപ്പെടുന്നോ, അതാണ് നമ്മുടെ ആത്മീയ വളർച്ചയുടെ അളവ്. അത് കൂടുന്തോറും നമ്മളും അവനും ഒന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു വരും. പിന്നെ ഒരു മാറ്റമില്ല. അതാണ് അവനും നമ്മൾ ഒന്നായി തീരുന്നതാണ് ക്രിസ്തീയ ജീവിതം. അവൻ നമ്മളിൽ ജീവനായി മാറുന്നു. സ്തോത്രം. യെസ്. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ശശി ബ്രദർ പ്രാർത്ഥിക്കും. സ്തോത്രം കർത്താവേ. കർത്താവേ, അവിടുത്തെ